നന്ദി മനോജ് ഡോക്ടർ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ 1639 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ N. ഗോപികൃഷ്ണൻ സാറാണ്. റിട്ടയർഡ് DMO ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോമിയോപ്പതി കേരള, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോമിയോപ്പതിക് ഹോസ്പിറ്റൽ പാലക്കാട് CMO ആയി നിലവിൽ പ്രവർത്തിച്ചു വരുന്നു. ഹോണററി കൺസൾട്ടന്റ് ഇന്നോവേഷൻ തൃശൂർ, IHMAയുടെ പാലക്കാട് ജില്ലാ പ്രസിഡന്റ്, 40 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ, വാക്ഫർ മരുന്നുകളും അതുപോലെ മാഗ്നറ്റോ തെറാപ്പിയിലും പ്രശസ്തൻ. ഇതിനോടകം വാക്ഫർ റെമഡിയെ കുറിച്ചും പിരമിഡ് തെറാപ്പി, മുദ്ര എന്നീ പല വ്യത്യസ്ത വിഷയങ്ങളിൽ നമുക്ക് ക്ലാസ് എടുത്തിട്ടുള്ള ഡോക്ടർ ഇന്ന് ഗോപികൃഷ്ണൻ ഡോക്ടറോടൊപ്പം എന്ന വിഷയമാണുള്ളത്. എങ്കിലും സാറിന് നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഗോപികൃഷ്ണൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സാറിന് ആരംഭിക്കാം. ജോയിൻ ചെയ്തിപ്പോ വന്നതേ ഉള്ളൂ, വെയിറ്റ് ചെയ്താൽ മതി. ഉണ്ട്. ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ സാർ, അൺമ്യൂട്ട് ചെയ്തോളൂ. സാറിനെ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അൺമ്യൂട്ട് ചെയ്തു സാറേ. ഇപ്പോ ഡിഫിക്കൽട്ടി ഉണ്ടോ? ശരിയായി. പ്രിയപ്പെട്ട ഡോക്ടർമാരെ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. വീണ്ടും ബ്ലാക്ക് ഷോ റെമഡീസിന്റെ വിവിധ തലങ്ങളിലേക്ക് നിങ്ങളെ ചികിത്സയ്ക്ക് പ്രാപ്തരാക്കുക എന്നൊരു ദൗത്യം ഞാൻ ഏറ്റെടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടുള്ള ക്ലാസ് കണ്ടിന്യൂഷനാണ്. എൻ്റെ പിതാവ് ശ്രീ മാതാമത്താൻ്റെ ഡോക്ടർ അമ്മനെ സ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കും. ഞാൻ ലാസ്റ്റ് ടൈം ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ അടുത്ത് വരുന്ന രോഗികളെ നമ്മൾ ഏത് വിധത്തിലാണ് അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. നമ്മുടെ അടുത്ത് വരുന്ന രോഗികളെ 7 തരം സ്വഭാവ വിശേഷങ്ങളപ്പെട്ട ആൾക്കാരായിരിക്കും നമ്മൾക്ക് വരുന്നത്. അതിൽ ഈ 7 സ്വഭാവ വിശേഷങ്ങളിൽ ഏതിലാണ് നമ്മുടെ മുൻവശത്തിരിക്കുന്ന രോഗി വന്നിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ അടുത്ത് വരുന്ന രോഗികളെ 7 പ്രധാനപ്പെട്ട മാനസിക ലക്ഷണങ്ങളാണ് അവർക്കുള്ളത് എന്ന് മനസ്സിലാക്കി. ഈ 7 എണ്ണത്തിൽ 5-6 ഭാഷ റെമഡീസിൽ അവരുടെ സ്വഭാവ വിശേഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കണം. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഫോർ ദോസ് ഹു ഹാവ് ഫിയർ, ഭയം, പേടി. ഇതിൽ 5 മരുന്നുകളാണ് ഉള്ളത്. രണ്ടാമത്തത് ഫോർ ദോസ് ഹു സഫർ അൺസർട്ടനിറ്റി, തീർച്ചയില്ലാത്ത നിശ്ചയമില്ലാത്ത സ്വഭാവവിശേഷങ്ങൾ. ഒന്നിനൊരു നിശ്ചയമില്ല, എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. അതിൽ 6 മരുന്നുകളാണുള്ളത്. സിറാറ്റോ, ഫിഗ്രാന്തസ്, ജെൻഷിൻ, ഗോൾസ്, ഹോൺബീം, വൈൽഡോട്ട്. മൂന്നാമത്തെ മാനസിക വിഷയമായി വരുന്നത് നോട്ട് സഫിഷ്യന്റ് ഇൻട്രസ്റ്റ് ഇൻ ദ പ്രസന്റ് സർക്കംസ്റ്റാൻസസ്, നിലവിലെ സാഹചര്യങ്ങളോട് വേണ്ടത്ര താല്പര്യമില്ലായ്മ. നിലവിലെ സാഹചര്യങ്ങൾ. അതിൽ 7 മരുന്നുകളാണുള്ളത്. ക്ലിമാറ്റിക്സ് 1, ഹണിസക്കിൾ, വൈൽഡ് റോസ്, ഒലീവ്, വൈറ്റ് ചെസ്റ്റ്നട്ട്, മസ്റ്റാർഡ്, ചെസ്റ്റ്നട്ട് ബഡ്. ഇനി 4ാമത്തെ സ്വഭാവവിശേഷങ്ങൾ ലോൺലിനെസ്, ഏകാന്തത, നിസ്സഹായത, ഒറ്റപ്പെടൽ. എനിക്ക് ആരുമില്ല എന്നുള്ള ഒരു തോന്നല്, എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ള നമ്മൾ ഏകാന്തതയിലേക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അതിൽ 3 മരുന്നുകളാണുള്ളത്. വാട്ടർ വയലറ്റ്, ഇംപേഷ്യൻ, ഹീറ്റർ. 5ാമത്തെ സ്വഭാവവിശേഷങ്ങൾ വെരി സെൻസിറ്റീവ് ടു ഇൻഫ്ലുവൻസസ് ആൻഡ് ഐഡിയാസ്, സ്വാധീനങ്ങളോടും ആശയങ്ങളോടും വളരെ സെൻസിറ്റീവായി മൃദുല സമീപനം ചെയ്യുന്ന ആൾക്കാർ. അതിൽ 4 മരുന്നുകളുള്ളത്. അഗ്രമണി, സെന്റോറി, വാൾനട്ട്, ഹോളി. 6ാമത്തെ സ്വഭാവവിശേഷം ഫോർ ഡെസ്പോണ്ടൻസി ഓർ ഡെസ്പയർ, നിരാശ, വിഷാദം, കടുത്ത നിരാശ, വിഷാദമോ, വൈരാഗ്യം, ആശവെടിയൽ. അതിൽ 8 മരുന്നുകളാണുള്ളത്. അപ്പോൾ ഈ 8 മരുന്നുകൾ വളരെയധികം ഈ വരുന്ന രോഗികളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ 8 മരുന്നുകളിൽ ഈ
എന്തായാലും നമുക്ക് ഏതെങ്കിലും ഒന്നോ രണ്ടതിലും നമ്മൾ അടുത്ത് വരുന്ന രോഗികളിൽ തീർച്ചയായിട്ടും ഉൾപ്പെട്ടിരിക്കും. ലാർക്ക്, പൈൻ, എൽം, സ്വീറ്റ് ചെസ്റ്റ്നട്ട്, സ്റ്റാർ ഓഫ് ബെത്ലം, വില്ലോ, ഓക്ക്, ക്രാബ് ആപ്പിൾ. ഏഴാമത്തത് ഓവർ കെയർ ഫോർ ദി വെൽഫെയർ ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ക്ഷേമത്തിനുള്ള അമിത ശ്രദ്ധ. സാമൂഹികമായ ഇടപെടൽ, മറ്റുള്ളവരുടെ കാര്യത്തിൽ വേണ്ടി, അതായത് പൊതുജന പ്രവർത്തകർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തം കാര്യം നോക്കില്ല, ഫാമിലി കാര്യം നോക്കില്ല, സമൂഹത്തിലെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചത്. അതിൽ 5 മരുന്നുകളുള്ളത്. 1 ചിക്കറി, 2 വെർവിയൻ, 3 വൈൻ, 4 ബീച്ച്, ദെൻ റോക്ക് വാട്ടർ. അപ്പൊ നമ്മൾ 7 തരം സ്വഭാവവിശേഷങ്ങളാണ് ബാഷ് റെമഡീസിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. അതിൽ ഈ 7 എണ്ണത്തില് 1, 2, 3 ഫ്ലവർ സ്വഭാവവിശേഷങ്ങൾ നമ്മൾക്ക് മുന്നിൽ വരുന്ന രോഗികൾ തീർച്ചയായിട്ടും കണ്ടിരിക്കും. അതിൽ ആദ്യത്തെ ഇതിനെക്കുറിച്ച് ചെറുതായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഭയം, ഫിയർ എന്നുള്ളത്. ഫിയർ എന്നുള്ളതിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഫിക്സഡ് ഫിയർ എന്ന് പറഞ്ഞാൽ ഇന്നതാണ് എൻ്റെ ഭയത്തിന് കാരണം എന്ന് പറയുന്നവർ. ഇപ്പൊ ചിലവർക്ക് അനിമൽസിനെ, നായയെ പേടിയുള്ളവരുണ്ട്. നമ്മൾ ട്യൂബർക്കുലർ പേഷ്യന്റ്, ഫിയർ ഓഫ് ഡോഗ്സ് ഉള്ള ആൾക്കാരുണ്ട്. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ളവരുണ്ട്. ഒറ്റയ്ക്ക് ഒരു റൂമിൽ ഏറ്റവും ചുരുങ്ങിയത് ലൈറ്റെങ്കിലും നമുക്ക് വേണമെന്ന് പറയുന്ന കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ പാനിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയത്തിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് നമ്മൾ പേടിച്ച് വിറച്ച് നമ്മൾ വേർത്ത് കുളിച്ചിരിക്കുമ്പോൾ പാനിക് അറ്റാക്സ്. നമ്മളെ ഈ മോഡേൺ വേൾഡിൽ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റ് അടുത്ത് പോകുന്ന ആൾക്കാരെ പാനിക് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് വരുന്ന ഒരു രോഗാവസ്ഥയിൽ നമുക്ക് രോഗികളെ കാണാൻ സാധിക്കും. ഇന്ന് എൻ്റെ വീട്ടിലൊരു രോഗി വന്നത്, അയാൾ പറഞ്ഞത് എനിക്ക് OCD ആണ്. അവരെന്നെ പറയുന്നത് എനിക്ക് OCD ഉണ്ട്, എനിക്ക് പാനിക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റിന് വന്നത്. അപ്പൊ ഇത് കാലങ്ങളെ 7-8 വർഷമായിട്ട് അയാൾ ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് അയാൾ പോയിക്കൊണ്ടിരുന്നത്. ഒരു ചികിത്സാ രീതിക്കും അയാൾ കൺസിസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അയാളുടെ മെയിൻ സിംറ്റംസ് അയാൾ പറഞ്ഞത് പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ് ഹോണ്ടിങ്ങും ഒക്കെ, ആവശ്യമില്ലാത്ത അനാവശ്യ ചിന്തകൾ അയാളെ നിത്യേന അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആ അലട്ടൽ ജാസ്തിയായി കഴിഞ്ഞാൽ പാനിക് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് ചെന്നുപെടും. പാസ്റ്റ് മെമ്മറീസ് ആണ് അയാൾക്ക് ഹോണ്ട് ചെയ്യുന്നത്. പഴയ കാര്യങ്ങളെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ വരുമ്പോൾ അത് വളരെയധികം ഡിസ്റ്റർബൻസ് ക്രിയേറ്റ് ചെയ്യും. IOB ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥരാണ്. ഫിയർ ഉണ്ട് അയാൾക്ക്. എന്തെങ്കിലും എൻ്റെ ജീവിതം എങ്ങനെയാവും എന്നറിയില്ല, ഞാൻ ജീവിക്കുന്നത്, ഞാൻ ജീവിതം മതിയാക്കട്ടെ, എനിക്ക് സൂയിസൈഡ് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കണം എന്ന് തോന്നും, എനിക്ക് ഏതെങ്കിലും അമ്പലത്തിന്റെ നടയിൽ പോയി ഇരുന്ന് എൻ്റെ ഇഷ്ടകാലം കഴിച്ചു കൂട്ടം എന്നൊക്കെ പറയുന്നു അയാള്. അപ്പൊ ഇങ്ങനെ പറഞ്ഞതിൽ നമ്മൾ എടുത്ത സിംറ്റംസ് പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ്, ഫിക്സഡ് ഫിയേഴ്സ്, പാസ്റ്റ് മെമ്മറി ഹോണ്ടിങ്, ദെൻ ഷോക്ക്. അയാളുടെ ഒരു അനുജൻ പാമ്പ് കടി ഏച്ച് മരിച്ചിരുന്നു. അത് ആ ഷോക്ക്, ആ മെമ്മറി ഇപ്പോഴും അയാൾക്ക് മനസ്സിലുണ്ട്. അങ്ങനെയുള്ള സിംറ്റംസ് എടുത്ത് നമ്മൾ കൊടുത്ത മരുന്നുകൾ മെയിനായിട്ട് വന്നിരിക്കുന്നത് മിംലസ്, ദെൻ സ്റ്റാർ ഓഫ് ബെത്ലം, വൈറ്റ് ചെസ്റ്റ്നട്ട്, അങ്ങനെ ഒരു 3 റെമഡീസ് അങ്ങനെ എടുത്തിട്ടുണ്ട്. അങ്ങനെ ആ റെമഡീസ് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വിതിൻ 15 ദിവസത്തേക്കുള്ള മരുന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ 15 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എമർജന്റ് ആയിട്ട് പാനിക് ആങ്സൈറ്റി ഡിസോർഡർ വരുന്ന സമയത്ത് നമ്മൾ റെസ്ക്യൂ റെമഡി കഴിക്കാനും പറഞ്ഞിട്ടുണ്ട്. പാനിക് ആങ്സൈറ്റി ഡിസോർഡറിൽ വരുന്ന ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് റെമഡിയാണ് റോക്രോസ്. ഭയത്തില് ഏറ്റവും അഗ്രഗണ്യൻ, ഭയന്ന് വിറച്ച് നമ്മൾ ബോധം കെട്ട് വീഴുക, അല്ലെങ്കിൽ ഭയന്ന് അവരുടെ ഭയം കണ്ട് ചുറ്റും കൂടി നിൽക്കുന്നവർക്ക് പോലും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കൊടുക്കേണ്ടതാണ് റോക്രോസ്. ദ റെമഡി ഓഫ് എമർജൻസി. ഇത് മരുന്നിന്റെ പേരെന്നെ പറഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ, അടിയന്തര സമയത്ത്, പെട്ടെന്ന് അടിയന്തരപ്പെട്ട അസുഖങ്ങൾ വരുന്ന ആക്സിഡൻസ് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അവർ ഭയങ്കര പാനിക്കായിട്ട് എൻ്റെ ജീവിതം തുലഞ്ഞോ, എൻ്റെ ജീവിതം പോയോ, എൻ്റെ ഫാമിലി ഞാൻ എങ്ങനെ നോക്കും, ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ റോക്രോസ് ആകട്ടെ. ഇനി ചികിത്സിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല എന്ന സാഹചര്യത്തിൽ, അപകടം, ആക്സിഡൻസ് ഘട്ടങ്ങൾ, പെട്ടെന്നുണ്ടായി വന്ന രോഗങ്ങൾ, അസുഖങ്ങൾ, രോഗി അതിഭയങ്കരമായി പേടിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ രോഗിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട്
മറ്റുള്ളവരെ ഭയങ്കരമായി ഭീതി ഉളവാക്കുന്നു. ഈ കൂടെ നിൽക്കുന്നവരൊക്കെ പോലും ഈ രോഗിയുടെ അവസ്ഥ കണ്ട് ഭയചകിതയാകുന്നതാണ്. ആ ബൈസ്റ്റാൻഡേഴ്സ് അല്ലെങ്കിൽ കാണുന്ന ആൾക്കാരും ഈ ഒരു റോക്രോസ് എന്ന റെമഡി കഴിച്ചാൽ അവരുടെ മാനസിക നില നോർമലൈസ് ചെയ്യാൻ സാധിക്കും. രോഗി അബോധാവസ്ഥയിലാണെങ്കിൽ മരുന്ന് ചുണ്ടിൽ നനച്ചു കൊടുക്കുക. ഈ സന്ദർഭങ്ങളിൽ മറ്റു മരുന്നുകൾ കൂടി ആവശ്യമായി. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് എമർജൻസി ആയിട്ട് റോക്രോസ് കൊടുക്കുമ്പോഴും നമുക്കതിന് കൂടെ കൊടുക്കേണ്ട 1-2 മരുന്നുകൾ കൂടി ഉണ്ട്. അഗാധമായ രോഗി ബോധമില്ലാതെ പ്രതികരണ ശേഷി ഇല്ലാതെ ഉറങ്ങുകയാണ് ക്ലിമാറ്റിസ് എന്ന മരുന്ന് നമ്മൾ ചുണ്ടിൽ ഒറ്റിച്ചു കൊടുക്കണം, നനച്ചു കൊടുക്കണം. വേദന, പീഡനം, മാനസികമായ ശാരീരികം അനുഭവിക്കുന്നുവെങ്കിൽ അഗ്രമണി ഉള്ളിൽ അവർ വളരെയധികം മാനസിക സംഘർഷങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്ത ശേഷം അഗ്രമണികൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഫിക്സഡ് ഫിയേഴ്സിൽ അഗ്രഗണ്യനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. റോക്രോസ് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും നമ്മൾ പലർക്കും ഉപകാരപ്രദമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നു. രണ്ടാമത്തെ മരുന്ന് മിമുലസ്. മിമുലസിന്റെ ഏറ്റവും പ്രത്യേകം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കാണുന്ന ഒരു ഡ്രഗാണ് മിമുലസ് എന്നുള്ളത്. അത് വരുന്ന രോഗികൾ എല്ലാവരും ഏതെങ്കിലും തരം ഭയത്തിന് അവർ അടിമയായിരിക്കും. ഫിയർ ഓഫ് ഡെത്ത്. മരണഭയമില്ലാത്ത മനുഷ്യരുണ്ടോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും മരണത്തെ നമ്മൾ ഭയമില്ല എന്ന് പറഞ്ഞാലും ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ എന്തായാലും ഒരു ഭയം നമ്മുടെ മനസ്സിൽ അറിയാണ്ട് വരും. ഈ ഭയം എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഫിയേഴ്സിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് റെമഡിയാണ് മിമുലസ്. ഫിക്സഡ് ഫിയേഴ്സ്, പരീക്ഷാ ഭയം, ലിഫ്റ്റിൽ കയറാൻ ഭയം, ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടക്കാൻ ഭയം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയം, ഇങ്ങനെ കാരണം പറയുന്ന ഭയങ്ങൾക്കെല്ലാം നമ്മൾ കൊടുക്കേണ്ട മരുന്നാണ് മിമുലസ്. ലൗകികമായ ഭയങ്ങൾ എന്നാ പറയുന്നത്. അസുഖം, രോഗം, വേദനകൾ, അപകടങ്ങൾ, ദാരിദ്ര്യം, ഇരുട്ട്, ഒറ്റപ്പെടൽ, നിർഭാഗ്യം, നിത്യജീവിതത്തിലെ പേടികൾ. ഫിയർ ഓഫ് ഡെയിലി ലൈഫ്, നിത്യജീവിതത്തിലെ പേടികൾ. ഇവർ ഈ ഭയം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഈ ഭയം അവർ പ്രകടിപ്പിച്ചവരെ ഉള്ളിൽ ഈ ഭയങ്ങളൊക്കെ ഉണ്ടാവും. ഭയത്തിന് ഒരു കാരണമുണ്ട്. ഒറ്റയ്ക്ക് കിടക്കാൻ, ലിഫ്റ്റിൽ കയറാൻ, പരീക്ഷാ ഭയം, ലീഡറാകാൻ ഭയം. ഒരു കാലഘട്ടത്തിൽ ഞാൻ സ്കൗട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എന്നെ പിടിച്ച് സ്കൗട്ട് ലീഡറാക്കി. എനിക്ക് അതിനുള്ള കപ്പാസിറ്റിയോ അല്ലെങ്കിൽ അതിനുള്ള ധൈര്യമോ ആ കാലത്ത് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയാൻ പോകണം എൻ്റെ പിന്നാലെ നിൽക്കുന്ന ആളെ പിടിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോകാൻ പറയും. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ലീഡറാകാൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന ഭയം. അപ്പോൾ അത്തരം ഘട്ടങ്ങളെല്ലാം നമുക്ക് മിമുലസ് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. നെക്സ്റ്റ് മൂന്നാമത്തെ ഡ്രഗ്, ഭയത്തിൽ മൂന്നാമത്തെ മരുന്ന് ചെറിയ പ്ലം. ഉത്കണ്ഠ, മനസ്സ് ആയാസപ്പെടുമോ എന്ന ഭയം. വിട്ടുകൊടുക്കുന്ന കാരണം, ഘോര കൃത്യങ്ങൾ ചെയ്യുമെന്ന ഭയം. ഈ ചെറിയ പ്ലമ്മിനാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അൺകൺട്രോളബിൾ ആക്ഷൻസ് ഒക്കെ വരുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതായത് നമ്മൾ സൂയിസൈഡൽ ടെൻഡൻസി വരുന്ന അല്ലെങ്കിൽ സൂയിസൈഡൽ തോട്ട്സ് വരുന്ന ആൾക്കാർക്ക് നമ്മൾ തീർച്ചയായിട്ടും ചെറിയ പ്ലം കൊടുക്കുക. ഇവരുടെ കയ്യിൽ അങ്ങനത്തെ തോട്ട്സ് വരുന്ന സന്ദർഭം കിടക്കാൻ തീർച്ചയായിട്ടും കൊടുക്കണം. നാം അല്ലാത്ത കാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ പറയോ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ ഞാൻ അറിയാണ്ട് ആ ഒരു മൊമെന്റ് ഈ തോട്ട്സിൽ ഞാൻ കൃത്യം ചെയ്തു പോയി. അപ്പൊ ഇന്നത്തെ ന്യൂസിലും ഇന്നത്തെ പേപ്പറിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നതിനെ കാണാം. അത്തരം ആൾക്കാർ കൊടുക്കേണ്ട ട്രക്കാണ് ചെറിയ പ്ലമ്മില്. ക്രൂര കൃത്യങ്ങൾ ചെയ്യാൻ, സ്വയം നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥ, ഭ്രാന്തിന്റെ ലക്ഷണം. ഒരുവിധം എല്ലാ സൈക്കാട്രിക് കേസുകളിലും വളരെയധികം ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചെറിയ നമ്മുടെ മനസ്സ് നമ്മുടെ നിയന്ത്രണമില്ലാതെ ഇരിക്കുന്ന ഒരു സമയത്തേക്ക് നമ്മളെ തന്നെ നിയന്ത്രണം കിട്ടാനായിട്ട് നമുക്ക് ഈ ചെറിയ പ്ലം ട്രക്ക് കൊടുക്കാം. ചിലർ പറയും എനിക്ക് ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഞാൻ അത് അറിയാണ്ട് ചെയ്തു പിന്നെ പശ്ചാത്തപിക്കും. അതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ തോട്ട്സ്, സൂയിസൈഡൽ തോട്ട്സ്, അൺവാണ്ടഡ് ക്രിമിനൽ സ്വഭാവം കാണിക്കുന്ന ഒരു നേച്ചറിലേക്ക് പോകുന്ന ആൾക്കാർ, അവർക്കെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റിയ ഡ്രഗാണ് ചെറിയ പ്ലം. ആസ്പെൻ എന്നുള്ളതാണ് നെക്സ്റ്റ്. ആസ്പെൻ എന്നുള്ള ഡ്രഗ് നമുക്ക് ചിലർക്ക് ഭയമുണ്ട്. പക്ഷെ എന്തിനാണെന്ന് വെച്ചാൽ അകാരണമായ ഭയം. എന്തിനാ ഇരുട്ടിനെയാണ് പേടിച്ചല്ല. ഈ അകാരണ ഭയം വന്നിട്ട് അവർക്ക് അവരെന്നെ അതിനെ ഒരു പാനിക് ആങ്സൈറ്റി ഡിസോർഡറിലേക്ക് എത്താൻ സാധ്യതയുള്ള കേസിൽ ആസ്പെൻ, അകാരണ ഭയം. എന്തിനെയാണ് പേടി എന്ന് പറയാൻ പറ്റുന്നില്ല, അതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നില്ല. പക്ഷെ പേടി കൊണ്ട് എന്തോ അത്യാഹിതം സംഭവിക്കുമെന്ന് പ്രതീതി. അകാരണമായ ഭയം പകലും രാത്രിയും അവരെ അലട്ടുന്നു.
ഈ ആസ്പിനെ വെച്ചാൽ പേടി ഉള്ളിലുണ്ട്. പക്ഷെ എന്തിനാ ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഈ അവരെ മുഖഭാവം കണ്ടാൽ അറിയാം അവർ എന്തിനാ പേടിച്ചിട്ടുണ്ട്. പക്ഷെ എന്തിനാ ചോദിച്ചാൽ എനിക്കറിയില്ല അവർ. ഈ ഭയം മറ്റുള്ളവരെ അറിയിക്കാൻ അവർ സാധിക്കുന്നത് സ്വയം അനുഭവിച്ചു തീർക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇനി അടുത്ത ഡ്രഗ് റെഡ് ചെസ്റ്റ്നട്ട്. മറ്റുള്ളവരുടെ ക്ഷേമങ്ങൾ ആലോചിച്ച് സ്വയം ആശങ്കപ്പെടുന്നവർ. അവർക്ക് നാളെ എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ അവരുടെ ആ മക്കൾക്ക് നാളെ അവർ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പരീക്ഷ മര്യാദയ്ക്ക് എഴുതാൻ പറ്റും എന്ന് നമ്മളിവിടെ വീട്ടിലിരുന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആശങ്കപ്പെടുന്ന കൂട്ടർ ആ റെഡ് ചെസ്റ്റ്നട്ട്. അവർക്ക് എന്ത് സംഭവിക്കും തന്നെക്കുറിച്ച് അവർ ആശങ്കപ്പെടാതെ സ്വയം സെൽഫായിട്ട് നമ്മൾ ചിന്തിക്കാറില്ല. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരെ സുഖസുഖങ്ങളെ കുറിച്ച് ആലോചിച്ച് നമ്മൾ മനസ്സ് വിഷമിക്കുന്ന ആൾക്കാർ. തനിക്ക് ഇഷ്ടമുള്ളവർക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന ഭയം, മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം വീണ്ടും വീണ്ടും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുക. രാത്രി ഇത്ര നേരമായിട്ട് അയാളെ മകൻ വന്നിട്ടില്ല, എന്തെങ്കിലും സംഭവിച്ചിരിക്കുകയോ, എന്താ അവർക്ക് അവരുടെ പാരൻസ് അതിനെ കുറിച്ചൊന്നും വെറിയില്ല, എനിക്ക് ഭയങ്കര വെറിയാണ്, ആ അടുത്ത വീട്ടിലെ ആള് ഇത്തിരി നേരമായിട്ട് വന്നിട്ടില്ല എന്നുള്ള ഭയം അനുഭവിക്കുന്നവർക്ക് റെഡ് ചെസ്റ്റ്നട്ട്. അപ്പൊ നമ്മള് സ്വഭാവവിശേഷങ്ങളിൽ ആദ്യത്തെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഭയം എന്നുള്ളതിൽ 5 മരുന്നുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് ക്ലാസ് എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഉപയോഗം നമ്മൾ ഒന്നും കൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഈ പ്ലാന്റ്സിൽ നമ്മൾ എങ്ങനെയാണ് ഈ ബാഷോർ റെമഡീസ് ഉപയോഗിക്കുന്നത്. നമ്മൾ പ്ലാന്റ്സിൽ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഒരു 30 ml കുപ്പി അല്ലെങ്കിൽ 1 ounce വെള്ളത്തിൽ 2 ഡ്രോപ്സ് ബാഷോർ റെമഡി ആഡ് ചെയ്യുക. അത് 4 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടിക്ക് സ്പ്രേ ചെയ്യുക വേണ്ടത്. നമ്മൾ പ്ലാന്റ്സിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ പ്ലാന്റ്സും അല്ലാതൊക്കെ ഉണ്ടാകും. അതിന് 30 ml കുപ്പിയിൽ വെള്ളം നിറച്ച് 2 തുള്ളി ഒറ്റിക്കുക. ഇത് 4 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ചെടിക്ക് സ്പ്രേ ചെയ്യുക വേരിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇലകൾ ചുരുണ്ടു പോകുന്ന ചെടികളാണ് നമ്മുടെ വീട്ടിലുള്ള, അല്ലെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സ് ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉള്ളതെങ്കിൽ അതിന് അഗ്രിമോണിയൻ ക്രാബ് ആപ്പിൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ പറിച്ചു നട്ട ചെടികൾ, നമ്മളിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ പോയി ചെടികൾ വാങ്ങിക്കൊണ്ടുവന്നു അതിന്റെ കവറുമായിട്ട് നമ്മൾ നിലത്ത് വെച്ച് കൊടുത്തു. പക്ഷെ അത് വ്യത്യാസം തൊട്ട് ഉണങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ വളർച്ചയില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് അത് ചെയ്ത് കൊടുക്കുന്നത് സാറോബത്തിലാണ്. അതായത് നമ്മുടെ ആ ടച്ച് ആ പ്ലാന്റിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ കൃഷിക്കാരൊക്കെ നെൽകൃഷി ചെയ്യുന്നവരൊക്കെ നമ്മളെ പാടത്ത് ധാരാളം നെൽച്ചെടികൾ ഇങ്ങനെ നട്ടു കഴിഞ്ഞാൽ കുറെ ചെടികളൊക്കെ നശിച്ചു പോണ കാണാം. ഒന്നില്ലെങ്കിൽ വേര് വലിക്കപ്പ് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഈ പ്ലാന്റ്സ് വെച്ച ആൾക്കാരുടെ മനസ്സിന്റെ നെഗറ്റിവിറ്റി അവരുടെ കയ്യിലൂടെ ഈ ചെടിയിലേക്ക് തട്ടുന്നതുകൊണ്ടാണ് ആ ചെടികൾ വളരാതെ. അപ്പൊ അതിന് നമ്മൾ സ്റ്റാറോബത്തലം കൊടുക്കാം. സ്റ്റാറോബത്തലം കൊടുത്ത ശേഷം ഈ ചെടി വളർച്ച മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്നത് മരുന്നാണ് ഹോൺബീം ആൻഡ് ഒലീവ്. സ്റ്റാറോബത്തലം നമ്മൾ പറിച്ച് നട്ട ചെടി പിന്നെയും വളർച്ചയില്ല എന്ന് കാണുമ്പോൾ നമ്മൾ ഹോൺബീം ഓർ ഒലീവ് കൊടുക്കാം അതിന്, ചെടികളുടെ നല്ല വളർച്ചയ്ക്ക്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെടി പോരെ എന്നിട്ട് ശരിയാവണ്ട, നമുക്കൊരു എമർജൻസി ഉള്ള റെമഡി ആയിട്ട് റെസ്ക്യൂ റെമഡി ട്രൈ ചെയ്യാം. ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ചെടികൾ അവരെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മളിപ്പോ അല്പം കൂടെ സ്പീഡ് കുറച്ച് പറയാമോ? പറയാം. ചെടി ശരിക്കും നമ്മൾ ചെടി പറിച്ചു നട്ടിട്ടും അത് നമ്മൾ സാറോബത്തലം കൊടുത്തിട്ടും അത് വളർച്ച വരുന്നില്ല എന്ന് കണ്ടാണെങ്കിൽ ഹോൺബീം ഓർ ഒലീവ് കൊടുക്കുക നമ്മൾ. പിന്നെ ഡോസൊക്കെ ഞാൻ പറഞ്ഞ് 2 ഡ്രോപ്സ് 30 ml മിക്സ് ചെയ്ത് അത് 4 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക, അല്ലെങ്കിൽ റൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ചെടികൾക്ക് നമ്മളിപ്പം സൈലീഷ്യൊക്കെ കൊടുക്കുന്ന മാതിരി തന്നെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വണ്ണം വയ്ക്കാനായിട്ട് കുറച്ചും കൂടി നല്ല ആരോഗ്യത്തോടെ വളരണമെങ്കിൽ നമുക്ക് ഹോൺബീം ഒലീവർ സെന്റോറി കൊടുക്കാം. ഒടിഞ്ഞു തൂങ്ങി നിൽക്കുന്ന ചെടികൾക്ക് അവരെ സ്ട്രെങ്തൻ ചെയ്യാനും നല്ല രീതിയിൽ വളർച്ച കിട്ടാനായിട്ട് ഹോൺബീം ഒലീവ് സെന്റോറി. ഇനി നമുക്ക് പറയാം, നമ്മളിപ്പോ വളങ്ങളൊന്നും കൊടുക്കില്ല, എൻ്റെ ഈ വീട്ടിലെ ഈ മണ്ണിന് ഒരു ഫലപുഷ്ടിയേ ഇല്ല എന്ന് തോന്നുകയാണ്, അതിന് നമുക്ക് കൊടുക്കുന്ന മരുന്നുകളാണ്. മണ്ണിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് ഒലീവ് കൊടുക്കാം, വൈൽഡോട്ട് കൊടുക്കാം, വൈൻ. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞാൽ രാസവളങ്ങളൊന്നും കൊടുക്കാണ്ട് തന്നെ ഇത്തരം നമ്മുടെ ഹോമിയോ മരുന്ന് കൊടുത്ത് നമുക്ക് ഇതിനെ സംരക്ഷിക്കാം, നമ്മുടെ മണ്ണിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ കഴിയും. നാം ഇനിയൊരു ഹാപ്പി ടിപ്സ് ഞാൻ പറയുന്നത്, നമ്മൾ ദിവസം രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഡോസ് ഇൻപേഷ്യൻ്റ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരും ഒന്ന് കഴിച്ചു നോക്കിയിട്ട്
അടുത്ത പ്രാവശ്യം നിങ്ങളുടെ റിസൾട്ട് പറയണം. ദിവസേന രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു 2 ഡ്രോപ്പ് ഇംപേഷ്യൻ്റ് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒറ്റിച്ചിട്ട് എഴുന്നേറ്റ ഉടനെ കഴിച്ചു നോക്കൂ. എന്നിട്ട് അന്നത്തെ ദിവസം എങ്ങനെയിരുന്നു എന്ന് നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ് റിപ്പോർട്ട് ചെയ്യുക. അന്നത്തെ ദിവസം വളരെ ഹാപ്പി ആയിട്ട് വരുന്നതാണ് ഡോക്ടർ ബാഷ പറയുന്നത്. രാവിലെ എഴുന്നേറ്റ ഉടനെ 2 തുള്ളി ഇംപേഷ്യൻ്റ് 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒറ്റിച്ചിട്ട് കഴിച്ചു നോക്കുക. ആ കഴിച്ച ശേഷം അത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ നിങ്ങളെല്ലാം റിപ്പോർട്ട്. വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ആ ദിവസം മാറുന്നാണ് പറയുന്നത്. ഇനി ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ എടുത്തൊരു തന്നെ റെപ്യൂട്ടേഷനാണ് വരുന്നത്. കുട്ടികളിൽ എങ്ങനെ നമ്മൾ ചികിത്സിക്കാൻ സാധിക്കും, കുട്ടികളിൽ പ്രിസ്ക്രിപ്ഷൻ എങ്ങനെ ചെയ്യാൻ സാധിക്കും നമുക്കിപ്പോൾ ചമോമല ബേബീസിനെ നമുക്കറിയാം അല്ലേ, വാണ്ട്സ് ടു ബി ക്യാരിഡ്, അറ്റൻഷൻ സീക്കിംഗ്. അതേമാതിരി ഈക്വലൻ്റ് ആയിട്ടുള്ള ഡ്രഗാണ് നമുക്ക് ചിക്കറി എന്നുള്ള മരുന്നുള്ളത്. അവർ ഇഷ്ടപ്പെടുന്നതും അവരെ ഇഷ്ടപ്പെടുന്നവരും അടുത്തെപ്പോഴും ഉണ്ടായിരിക്കണം. ഈ ചിക്കറി പൊസസീവ്നെസ് ജാസ്തിയുള്ളവരാണ്. നമ്മളെയൊക്കെ ക്ലിനിക്കിൽ കുട്ടികളെ ചിലപ്പോൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വരില്ല, അച്ഛനും അമ്മയോടും ശരീരത്തിൽ തൂങ്ങി പിടിച്ച് തന്നെ ഇരിക്കും. എപ്പോഴും കരഞ്ഞ് നിലവിളിക്കുന്നു കുട്ടികൾ, ഇംപേഷ്യൻ്റ് ആണത്. നമ്മുടെ ക്ലിനിക്കിൽ വരുമ്പോൾ ചമോമല ബേബീസന്മാർ എപ്പോഴും നമ്മളെ തൊടാൻ സമ്മതിക്കില്ല. ഏത് നേരം കരച്ചില്, രാപ്പകൽ കരച്ചില്, രാത്രി കരച്ചില്. നമ്മളവിടെ ജലപാനം, ചമോമല, സിക്ലിനും അങ്ങനത്തെ ഡ്രഗ്സ്, ലൈക്കോപോഡിയം, സോറിനം, ഇത്തരം മരുന്നുകളമാര് നമ്മൾ രാപ്പകൽ കരയുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട മരുന്നാണ് ഇംപേഷ്യൻ എന്നുള്ളത് മരുന്ന്. അപ്പൊ ആദ്യത്തെ ഞാൻ പറഞ്ഞു ചിക്കറി ബേബി പറഞ്ഞു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആസ്മ കുട്ടികളെ നമ്മളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാരക്ടർ ഉണ്ടോ നോക്കുക, പൊസസീവ്നെസ് ജാസ്തിയുള്ള കുട്ടികൾ. എപ്പോഴും അച്ഛനും അമ്മയും അവരെ വിട്ടുപോകാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അമ്മ എപ്പോഴും അവരുടെ കൂടെ തന്നെ വേണം. അമ്മ ഉണ്ടെങ്കിൽ മാത്രമേ അവരെ എവിടെയെങ്കിലും പോവുള്ളൂ, അല്ലെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത്തരം കുട്ടികൾക്ക് വരുന്ന ഏത് അസുഖത്തിനും ചിക്കറി കൊടുക്കുക. ഞാൻ ഡിസ്ട്രിക്ട് ഹോമിയോസിൽ പാലക്കാട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ആസ്മ കേസ് ട്രീറ്റ് ചെയ്ത് മാറ്റിയത് ചിക്കറി എന്നുള്ള ഡ്രഗ് കൊടുത്തത്. നമ്മൾ ഹോമിയോ മെഡിസിൻസ് ഒന്നും കൊടുത്തില്ല, ചിക്കറി എന്ന ഡ്രഗ് കൊടുത്തിട്ടാണ് ആ കുട്ടിയെ നമുക്ക് ക്യൂർ ചെയ്യാൻ സാധിച്ചത്. ഇനി അഗ്രിമണി ടൈപ്പ് എപ്പോഴും സന്തോഷമായിരിക്കുന്ന കുട്ടികൾ, കളകളാന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്തരം കുട്ടികൾ എന്തെങ്കിലും സീരിയസ് ആയ അസുഖം വന്നാൽ മാത്രമേ ഈ മുഖത്ത് ഇന്ന് ചിരിമാറുള്ളൂ. ഉള്ളിലെ ദുഃഖം കടിച്ചമർത്തി പുറമേ സന്തോഷം നടിക്കുന്ന അഗ്രിമണി ടൈപ്പ് ആയിരിക്കും കുട്ടിക്ക് പറഞ്ഞാൽ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മനസ്സുള്ള വലിയവരാണെങ്കിൽ അങ്ങനെ അഗ്രിമണി. ദുഃഖം ഉള്ളിൽ അമർത്തി, അല്ലെങ്കിൽ അവരുടെ ടെൻഷൻ ഉള്ളിൽ അമർത്തി മുഖത്ത് പുഞ്ചിരി ചിരിച്ച് ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ അഗ്രിമണിയാണ് ഇവിടെ. എപ്പോഴും സന്തോഷമായിരിക്കുന്ന കുട്ടികൾ, കളകളാന്ന് ചിരിക്കുന്നവർ, ഇത്തരം കുട്ടികൾ ഏതെങ്കിലും സീരിയസ് ആയ അസുഖം വന്നാൽ മാത്രമേ ഈ ഭാവം മുഖത്തുനിന്ന് മാറുകയുള്ളൂ. ഞെട്ടിത്തെറിക്കുന്ന കുട്ടികൾ, നെർവസ് ടൈപ്പ് ഓഫ് ബേബീസ്, പേടിച്ച് കരയുന്ന പ്രകൃതം, എല്ലാത്തിനെയും പേടി. ചില അമ്മമാരെ നമ്മൾ പറഞ്ഞോ കുട്ടിക്ക് എന്തിനും പേടിയാണ്, ലൈറ്റില്ലാണ്ട് കുട്ടി ഉറങ്ങില്ല, അങ്ങോട്ട് പോകാൻ ഒറ്റയ്ക്ക് എന്തെങ്കിലും കാര്യം പറയാം, അയ്യോ എനിക്ക് പേടിയാണ്. ഈ ഈച്ച് ആൻഡ് എവരി വേർഡിങ്ങിൽ ഈ ഫിയർ എന്നുള്ള പറയുന്ന കുട്ടികളെ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അവർ കൊടുക്കേണ്ടതാണ് നിമ്മലസ് ഫിക്സഡ് ഫിയേഴ്സ് പറയാം. ഏതു നേരവും തൻ്റെതായ ഒരു ലോകത്ത് ഇരിക്കുന്ന മുഖാഭാവം. ഓൾ സോൾ ഹു ലീവ് ഇൻ എ വേൾഡ് ഓഫ് ദെയർ ഓൺ. നമ്മൾ ശരിക്കും ആബ്സെന്റ് മൈൻഡ്നെസ് നമ്മൾ ക്ലാസ്സിലൊക്കെ കാണുന്ന കുട്ടികളെ കാണാൻ എന്തെങ്കിലും ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റായ ഉത്തരം പറയുക. അപ്പൊ ആബ്സെന്റ് മൈൻഡ്നെസ്, ക്ലിമാറ്റിസ് ആണ് ഡ്രഗ്. ചുറ്റും നടക്കുന്ന ഒന്നും അവരറിയില്ല, അവർ ഏതോ ഒരു ലോകത്തിലാണ് ഇരിക്കുന്നത്. ചുറ്റും നടക്കുന്ന ഒന്നിലും അവർ ശ്രദ്ധ പോകുന്നു. ക്ലിമാറ്റിസ് ബേബീസ്, ആബ്സെന്റ് മൈൻഡ്നെസ് ഇൻ സ്കൂൾ ചിൽഡ്രൻ. അപ്പൊ ഇത്തരം കുട്ടികളെ നമ്മൾ ക്ലിമാറ്റിസ് ബേബീസ് എപ്പോഴും ഉറക്കതൂങ്ങുകളായിരിക്കും ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ട് ഒരു പാരന്റ് വന്നിട്ട് പറഞ്ഞു, നല്ലോണം പഠിക്കുന്ന കുട്ടിയെ 4 മണിക്ക് എഴുന്നേക്കും, പക്ഷെ പുസ്തകത്തിന് മുമ്പിൽ ഇരുന്ന് കുട്ടി ഉറക്കതൂങ്ങലിന്റെ പണി. അപ്പൊ ഞാൻ അവർക്ക് കൊടുത്ത ഡ്രഗ് വൺ ഓഫ് ദി മെഡിസിൻസ് ക്ലിമാറ്റിസ് കൊടുത്ത് ആ ഉറക്കതൂങ്ങലിന് ഒരു കൺട്രോൾ വന്നു. കുട്ടി നല്ല രീതിയിൽ പാഠം പഠിക്കാൻ, നല്ല രീതിയിൽ മാർക്ക് SSC വാങ്ങാൻ സാധിക്കും. ക്ലിമാറ്റിസ് ഒരു ഡ്രഗാണ്. ക്ലിമാറ്റിസ് നമ്മുടെ റെസ്ക്യൂ റെമഡിയിലെ ഒരു കോമ്പണന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. അൺകോൺഷ്യസ് വരുന്ന ഏത് കേസുകൾക്കും, തലകറങ്ങി വീഴുന്ന കേസിനും കൊടുക്കേണ്ട ഡ്രഗാണ് ക്ലിമാറ്റിസ് എന്നുള്ളത്. ചില കുട്ടികളെ കാര്യങ്ങൾ തുറന്നു പറയാതെ മനസ്സിൽ കൊണ്ടു നടക്കും. അത്തരം ചിന്തകൾ
ഗ്രാംഫോൺ പ്ലേറ്റ് സൂചി പോലെ അവരെ അലട്ടിക്കൊണ്ടിരിക്കും. ചോദിച്ചാലും ഒന്നും ഇല്ല എന്ന് പറയും. അവരെ മറ്റുള്ള ഉപദ്രവിച്ചാലും വീട്ടിൽ വന്ന് പറയാറില്ല. അപ്പൊ ചില കുട്ടികൾ അങ്ങനെ സ്കൂളിൽ എന്ത് നടന്നാലും ഒന്നും പറയില്ല. പക്ഷെ അവരുടെ മുഖഭാവം കണ്ടറിയാം എന്തോ ഒരു കാര്യം അവര് അലട്ടുണ്ടെന്ന്. പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ് എന്നുള്ളതിന്റെ മരുന്നാണ് വരുന്നത്. പക്ഷെ നമ്മള് അവരെ ഫ്രണ്ട്സുമാരെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, എന്നാ ഈ നിങ്ങളുടെ മകനെ ഇന്ന ആള് ഇന്ന കുട്ടി തല്ലിയിരുന്നു, അല്ലെങ്കിൽ ടീച്ചർ ചീത്ത വഴക്ക് പറഞ്ഞിരുന്നു. പക്ഷെ വീട്ടിൽ വന്നതൊന്നും പറയില്ല. പക്ഷെ മുഖഭാവം നോക്കി മനസ്സിലാക്കാൻ നമുക്ക് ഈ ഒരു ചിന്ത കുട്ടിയെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട്, പക്ഷെ പുറത്ത് പറയൂല. പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ട മരുന്നാണ് വൈറ്റ് ചെസ്റ്റ്നട്ട് ഉള്ളത്. പുറമേ സന്തോഷവും, ഞാൻ നേരത്തെ പറഞ്ഞു, പുറമേ സന്തോഷവും ഉള്ളിൽ സങ്കടവും കൊണ്ട് നടക്കുന്ന കുട്ടികൾക്ക് അവർക്ക് വരുന്ന ഏത് അസുഖങ്ങൾക്കും നമ്മൾ കൊടുക്കേണ്ടതാണ് അഗ്രമണി എന്നുള്ള മരുന്ന്. ദേഷ്യം, വിദ്വേഷം, വെറുപ്പ് ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കുട്ടികൾ, ഞാൻ അർഹിക്കുന്നില്ല, എനിക്ക് മാത്രം എന്താണ് ഇത്ര അവഗണന, എനിക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നത്, എന്ന് പറയുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രിസ്ക്രൈബ് വില്ലോ ടൈപ്പ് കുട്ടികളെ നമുക്ക് കാണാൻ സാധിക്കും. ചില കുട്ടികൾ വന്നപ്പോൾ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ക്ലാസ്സിൽ, പക്ഷെ എന്നെ ടീച്ചർ വഴക്ക് പറഞ്ഞ് എന്നെ തല്ലി. എന്റെ തൊട്ടിരിക്കുന്ന കുട്ടിയാണ് കുട്ടി, പക്ഷെ എന്നെയാണ് ടീച്ചറെ തല്ലിയത്. അപ്പൊ അർഹിക്കാത്ത ശിക്ഷ നമുക്ക് കിട്ടുന്ന കുട്ടികൾ, അത് അവരെ മനസ്സിനെ വളരെയധികം ബാധിക്കാണ്. ദേഷ്യം, അത് ഉള്ളില് ആ പകയും വെറുപ്പും അവരെ കൊണ്ട് നടക്കും. സാധിച്ചാൽ അവർ പിന്നെ എപ്പോഴും ഈ അവസരത്തിൽ അവർ ആ പക വീട്ടുകയും ചെയ്യും. ഇത്തരം കുട്ടികൾ ആ ഒരു പക, വിദ്വേഷം മനസ്സിൽ കൊണ്ട് നടക്കുന്ന കുട്ടികളില് ചിലർ പറയും, എനിക്ക് അവസരം കിട്ടുമ്പോൾ എന്തായാലും ഞാൻ അവനെ തല്ലിയിരിക്കും, അല്ലെങ്കിൽ കല്ലെടുത്ത് എറിഞ്ഞിരിക്കും, അല്ലെങ്കിൽ മുഖത്ത് തല്ലിയിരിക്കും, നാളെ സ്കൂളിൽ ചെല്ലട്ടെ എന്ന് ഫിക്സഡ് ആയിട്ട് അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവർക്ക് ആ ഒരു മനസ്സിലെ ആ ഒരു പക, വിദ്വേഷം, വെറുപ്പ് മാറ്റി നമ്മൾ ആ കുട്ടിയെ നല്ല സ്വഭാവ രീതിയിൽ കൊണ്ടുവരാൻ നമുക്ക് വില്ലോ എന്ന മരുന്ന് നമുക്ക് സാധിക്കും. അസൂയ, കുശുമ്പ്, വിദ്വേഷം, പ്രതികാരം മനസ്സിൽ നടക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന വിഷമങ്ങൾ. ഹോളി സിബ്ലിംഗ് ലൈബ്രറിയിൽ ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ അത് നമ്മള് ഒരേ പേരെ സിബ്ലിംഗ് ലൈബ്രറിയിൽ അനുഭവിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ശരിക്കും പറഞ്ഞ് വീട്ടിൽ മൂത്ത കുട്ടിയായിരിക്കും, രണ്ടാമത്തെ ഒരു കുട്ടി അനിയനോ അനിയത്തിയോ വന്നു, പാരന്റ്സ് എപ്പോഴും ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നു, മൂത്താളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടാവുന്ന ദേഷ്യം, വിദ്വേഷം അമ്മയും അച്ഛനും കാണാണ്ട് ഈ ചെറിയ കുട്ടികളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ ആ കുട്ടിയെ നുള്ളി കരയിപ്പിക്കുന്ന സ്വഭാവ പ്രകൃതി, അങ്ങനെയുള്ള സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ഡ്രഗാണ് ഹോളി എന്നുള്ള മരുന്ന്. ഇനി നമ്മൾ അതിന്റെ കുട്ടികളുടെ സ്വഭാവവിശേഷങ്ങളാണ് മരുന്നുകൾ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ അങ്ങനെ ഓരോ കുട്ടികളെയും നമ്മളൊരു ഈ ഒരു 8, 10, 11, 10 ഡ്രഗുകൾ നമ്മൾ പറഞ്ഞു. ഈ 10 ഡ്രഗില് നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം ഏകദേശം വരും ശരിക്കും പറഞ്ഞാൽ. പിന്നെ നമുക്ക് പറയാം, ചില കുട്ടി എന്തെങ്കിലും കണ്ട് പേടിച്ചു എന്ന് പറയുന്നത് അതിന് ശേഷമാണ് പനി വന്നത് പറഞ്ഞാൽ സ്ഥാപനത്തിലാണ് നമുക്ക് കൊടുക്കുക. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒബ്സർവേഷൻ, കീൻ ഒബ്സർവർ ആയിരിക്കണം. നമ്മുടെ അടുത്ത് വരുന്ന രോഗികളിൽ എങ്ങനെയാണ് അവരുടെ മുഖഭാവം, എങ്ങനെ രീതിയിലാണ് അവിടെ നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്, കുട്ടി എന്താണ് കാണിക്കുന്നത്, ചേഷ്ടകൾ എന്താ കാണിക്കുന്നത്, അറ്റൻഷൻ ഉണ്ടോ, അബ്സെന്റ് മൈൻഡ് എന്താണ്, ഫിയർ ആണോ, അതെല്ലാം ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ ഉണ്ടാവുന്ന എല്ലാ അസുഖങ്ങളെയും നമുക്ക് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മൾ പറയുന്നത് 4 ഡ്രോപ്സ് തിളപ്പിച്ച വെള്ളത്തിൽ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് ഫോർമുല കൊടുക്കാം, ഫ്രഷ് ജ്യൂസ് ഓർ വാട്ടറിൽ കൊടുക്കാം. മുലയൂട്ടുന്ന അമ്മമാരാണെങ്കിൽ അവർ കഴിച്ചാലും മതി. അപ്പൊ നമ്മൾ പറയാം, ചില ഡ്രഗ്സ് ഒക്കെ അമ്മമാര് കഴിച്ചാലും മുലയൂട്ടുന്ന കുട്ടികൾക്കാണെങ്കിൽ ആ വഴിക്ക് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും അമ്മമാർ കഴിച്ചാൽ 4 ഡോസ് നിത്യം കൊടുക്കണം, ഇമ്പ്രൂവ്മെന്റ് വരുന്നവരെ. സ്വഭാവ മാറ്റത്തിനനുസരിച്ച് മരുന്നുകളുടെ ഡോസ് നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും 4 നേരം കൊടുക്കണം. അക്യൂട്ട് കോഴ്സ് സ്വഭാവ മാറ്റത്തിനനുസരിച്ച് മരുന്ന് മാറ്റണം. എക്സാമിന് പാരന്റ്സിനെ പേടിപ്പെടുത്തുന്നതിന് ശേഷമാണ് കുട്ടികൾക്ക് അസുഖം ഉണ്ടെങ്കിൽ റോപ്രോസിറ്റി. കുട്ടികൾ ചിലപ്പോൾ ചില കേസിൽ പറയാം, കുട്ടി സ്കൂളിൽ എന്താ വഴക്ക് പറഞ്ഞാൽ, കുട്ടികൾ എന്തോ കുരുത്തക്കേട് കാണിച്ചു, മറ്റേ ബൽറ്റൂരി തല്ലി, അല്ലെങ്കിൽ നല്ല പുളിവാറ് വെട്ടി കുട്ടിയെ തല്ലി എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനുശേഷമാണ് കുട്ടിക്ക് ഇങ്ങനെ ഒരു സൂക്കേട് വന്നതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ഡ്രഗാണ്. പാരന്റ്സ് പേടിപ്പെടുത്തിന് ശേഷമാണ് കുട്ടികൾ റോപ്രോസ് കൊടുക്കണം. കുട്ടിക്ക് ഭയങ്കരമായ പേടി മാറി, ഉത്കണ്ഠ, ആ പേടി മാറിയപ്പോൾ ആ ഒരു പാനിക് ഫിയർന്ന് മാറിയിട്ട് പേടി, ആങ്സൈറ്റി എന്ന സിറ്റുവേഷൻ വരികയാണെങ്കിൽ മിമിലസ് ഒന്ന് കൊടുക്കണം. കുട്ടികളുടെ ഈ മനോനില പാരന്റ്സ് കറക്റ്റായിട്ട് പറയുന്നതനുസരിച്ച് പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നത്. അസുഖം കുറവായതിനു ശേഷം കുട്ടി അറ്റൻഷൻ സീക്കിംഗ് സ്വഭാവത്തിലേക്ക് വന്നാൽ ചിക്കറി കൊടുക്കണം. അപ്പൊ നമ്മൾ ആദ്യം എക്സ്ട്രീം ഫിയർ പറഞ്ഞു, അതിൽ നിന്ന് ഫിക്സഡ് ഫിയറിലേക്ക് വന്നു,
പിന്നെ അറ്റൻഷൻ സീക്കിങ്ങിലേക്ക് എത്തിയ കുട്ടി എന്ന് പറഞ്ഞാൽ ചിക്കറി എന്ന മരുന്ന് നോക്കും. അതിനുശേഷം ക്ഷീണം മയക്കത്തിലേക്ക് പോകുന്ന ഒരു കുട്ടി ആ സ്റ്റേജിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ക്ലിമാറ്റിക്സ് കൊടുക്കണം. ഭയങ്കര വാശി കാണിക്കുന്നതാണെങ്കിൽ ഇംപേഷ്യന്റ് കൊടുക്കണം. ഫാമിലിയെ മൊത്തം അറ്റൻഷൻ വേണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണെങ്കിൽ വൈൻ എന്നുള്ള മരുന്ന് ഡോമിനേറ്റിംഗ് ക്യാരക്ടർ എല്ലാത്തിനും വാശി പിടിച്ച് അത് വേണം ഇത് വേണം എന്ന് പറയുന്ന ഒരു കുട്ടിയാണെങ്കിൽ വൈൻ എന്നുള്ള മരുന്നാണ് കൊടുക്കേണ്ടത്. ഇനി ഈ ഒരു കുട്ടികളുടെ കേസുകളിൽ എങ്ങനെ പ്രിസ്ക്രിപ്ഷൻ ചെയ്ത ചില കേസ് ഹിസ്റ്ററീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ആറ് വയസ്സായ പെൺകുട്ടി മരണാന്തര ചടങ്ങുകൾ കണ്ട് മടങ്ങി വന്നു. അതിനെക്കുറിച്ച് എല്ലാ പാരൻസിനോട് ചോദിച്ച് മനസ്സിലാക്കി. അതിനുശേഷം പെട്ടെന്ന് ആ കുട്ടി ചില സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടായി. എൻ്റെ അമ്മ മരിച്ചു പോയാൽ ഇതുമാതിരി എല്ലാം ചെയ്യേണ്ടതല്ലേ എന്ന് വിചാരിക്കാൻ തുടങ്ങി. തൻ്റെ അമ്മയെ ഒരു നിമിഷം പോലും വേറെ പിരിഞ്ഞിരിക്കാൻ ആ കുട്ടിക്ക് പറ്റിയില്ല. ഇതിനെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി, പേടിക്കാൻ തുടങ്ങി. വിശപ്പ് കുറഞ്ഞു. 6 ആഴ്ച റെഡ് ചെസ്റ്റ്നട്ട് മരുന്ന് ആണ് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത കംപ്ലീറ്റ്ലി ക്യൂവേർഡ്. ഫിയർ ഓഫ് അതേഴ്സ് എസ്പെഷ്യലി ഫോർ ദോസ് ഡിയർ ടു അസ്. അപ്പോൾ പേടി പറഞ്ഞാൽ അമ്മയെ കുറിച്ചായിരുന്നു പേടി. അമ്മ മരിച്ചുപോയ എന്തായിരിക്കും ആ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണ് റെഡ് ചെസ്റ്റ്നട്ട് എന്ന മരുന്ന് കൊടുത്തത്. അപ്പൊ ഇതുമാതിരി പറയുമ്പോൾ വർഷങ്ങൾ ഒരു 30 കൊല്ലം മുമ്പ് ഞാനും എൻ്റെ ഫാദറും ഒരു പാലക്കാട് ഒരു വീട്ടിൽ ചെന്ന സമയത്ത് ഒരു പെൺകുട്ടി ടേബിളിന് അടിയിൽ ഇരിക്കുകയായിരുന്നു. ആ കുട്ടി പേടിച്ചിട്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ച സമയത്ത് 3-4 മാസം മുമ്പ് ട്രെയിൻ ആക്സിഡന്റിൽ ആ കുട്ടിയുടെ കൂട്ടുകാരി മരിച്ചു. ആ ആക്സിഡന്റ് സ്പോട്ടിൽ ചെന്ന ആ ഡെത്ത് കണ്ട ശേഷം ഈ കുട്ടിയുടെ മാനസിക നില തെറ്റി. ആ മാനസിക തെറ്റിയ ശേഷം ഇങ്ങനെയാണ് കുട്ടി എപ്പോഴും ഫിക്സഡ് ഫിയർ, പേടിച്ചിരിക്കുകയാണ്, ഷോക്ക് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അവര് പല സൈക്കാട്രിക് ഡ്രഗ്സ് കഴിച്ചെങ്കിൽ തൽക്കാലം റിലീഫ് എന്നല്ലാണ്ട് ഈ സ്വഭാവത്തിനൊരു മാറ്റമൊന്നും കണ്ടില്ല. പ്രീ ഡിഗ്രി പഠിക്കുന്ന പെൺകുട്ടിയായിരുന്നു. അപ്പൊ നമ്മൾ അതിന് മെയിനായിട്ട് കൊടുത്ത ഡ്രഗ് അന്ന് കൊടുത്തത് സ്റ്റാറോബെത്തലമാണ്. ആ ഒരു ഷോക്കിനെ ന്യൂട്രലൈസ് ചെയ്യാനും പിന്നെ റെസ്ക്യൂ റെമഡി ഒരു അക്യൂട്ടായിട്ടും കൊടുത്തിരുന്നു. ഒരു 1-2 മാക്സിമം 2 മാസം ആ കുട്ടി നോർമലൈസ് ചെയ്തു. ആ കുട്ടി കോളേജിൽ വീണ്ടും ചേർന്ന് പ്രീ ഡിഗ്രി പഠിച്ച് ഹയർ സ്റ്റഡീസ് നടത്തി. ഇപ്പൊ ഒരു വീട്ടമ്മയായിട്ട് കല്യാണം കഴിഞ്ഞ് സുഖമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കേസ് ഹിസ്റ്ററി പറയുന്നത് 30 അതായത് നിയർലി 1980-85 ടൈമിൽ എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത് 94 അച്ഛൻ മരിച്ചു. അപ്പൊ അതിനു മുമ്പ് നമ്മൾ ഇത് പ്രിസ്ക്രിപ്ഷൻ ചെയ്ത ഒരു കേസാണിത്. സാറോബെത്തലം എന്നുള്ള മരുന്ന് റെസ്ക്യൂ റെമഡി അന്ന് കൊടുത്തിരുന്നത്. 9 വയസ്സായ കുട്ടി ക്ലാസ്സിൽ ബയോളജി പഠിക്കുന്ന സമയം പെട്ടെന്ന് ഡർട്ട് എന്ന വാക്കിനെ കുറിച്ച് ടീച്ചർ പറഞ്ഞു എന്ന പദത്തെക്കുറിച്ച് ഭയങ്കരമായ ചെളി, ചേറ, അഴുക്ക് മനസ്സിൽ നിന്ന് വിട്ടുപോകാത്ത ഒരു വിചാരമായി മാറിയത്. ഈ ബയോളജി ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഡർട്ട് എന്നുള്ള വാക്ക് ടീച്ചർ ഉപയോഗിച്ചപ്പോൾ ആ കുട്ടിക്ക് അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് ഒരു അൺഈസിനെസ് മൈൻഡിൽ വന്നു. ഏത് സമയത്തും കൈ കഴുകുന്ന ഒരു സ്വഭാവം ഉണ്ടായി. ഇല്ലാത്തൊരു അഴുക്കിനെ കുറിച്ച് ഒബ്സഷൻ തുടങ്ങി. അപ്പോൾ ഇതൊരു OCD കേസ്. നമുക്കറിയാം ഈ ഒരു തരം ആൾവേസ് വാഷിംഗ് ഹാൻഡ്സ് ഇതിനാണ് ഏത് ട്രക്കിന് നമ്മൾക്ക് വരുന്നത് നമുക്കറിയാം. ക്രാബ് ആപ്പിൾ 1 മാസം കൊണ്ട് ഇത് ക്യൂർ ചെയ്തു ശരിക്കും പറഞ്ഞാൽ. ഡർട്ട് എന്ന പദത്തെക്കുറിച്ച് ഭയങ്കരമായിട്ട് കുട്ടിക്ക് മനസ്സിൽ ഒരു അൺഈസിനെസ് ക്രിയേറ്റ് ചെയ്തു. മനസ്സിൽ നിന്ന് വിട്ടുപോകുന്നേ ഇല്ല. ഏത് സമയത്തും കൈ കഴുകുന്നൊരു സ്വഭാവം ആ കുട്ടിയിൽ ഉടലെടുത്തു. ഒരു OCD കേസായിട്ട് ഡെവലപ്പ് ചെയ്തു. അതിന് കൊടുത്ത മരുന്ന് ക്രാബ് ആപ്പിളാണ് കൊടുത്തത്. 12 വയസ്സായ പെൺകുട്ടി മുഖത്ത് നെറ്റി, താടി, കവിൾ എന്നിവിടങ്ങളിൽ നിറമാറ്റങ്ങൾ കണ്ടു തുടങ്ങി. വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെയും അരുമ കുട്ടിയായിരുന്നു. പുറത്തുള്ളവരോട് അകലം പാലിച്ചു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടുമായിരുന്നില്ല. ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റിനോട് ഒട്ടും താല്പര്യവും കാണിച്ചിരുന്നില്ല. ക്ലാസ്സിൽ ദിവാസ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് വേഗം അറിയാൻ പറ്റും ഈ നിറമാറ്റത്തിനാണ് കുട്ടി വന്നിരുന്നെങ്കിലും ആ കുട്ടിയുടെ ആ ഒരു ഡേ ഡ്രീമിങ് നേച്ചർ, ആബ്സെന്റ് മൈൻഡ്നെസിന്റെ ക്ലാസ്സിന് പ്രിസ്ക്രിപ്ഷൻ ചെയ്തത് ക്ലിമാറ്റിക്സ് എന്ന ഡ്രഗാണ്. ശ്രദ്ധക്കുറവിനും സ്വപ്നങ്ങൾക്കും ഉള്ള പ്രിസ്ക്രിപ്ഷനാണ് ക്ലിമാറ്റിക്സ്. ക്രാബ് ആപ്പിൾ നിറവ്യത്യാസനം പ്രിസ്ക്രിപ്ഷൻ ചെയ്തു. സിസ്റ്റം ക്ലീൻ ചെയ്യാൻ ക്രാബ് ആപ്പിൾ മിൽക്കിൽ മിക്സ് ചെയ്ത് മുഖം കഴുകിയിരുന്നു. 3 മാസം കൊണ്ട് അസുഖം മാറി. അപ്പോൾ വൈറ്റ് പാച്ചസ് വന്നതും
മുഖത്തിൽ നിറവ്യത്യാസന മാറ്റം വന്നു, കുട്ടിയുടെ ആബ്സെന്റ് മൈൻഡ്നെസ് മാറ്റം വന്നു. നമ്മളത് എക്സ്റ്റേണൽ ആയിട്ടും റേഷ്യോ നമ്മൾ നോക്കിക്കോളൂ. നിറം മാറ്റത്തിന് മിൽക്കിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് മിക്സ് ചെയ്യാന്നുള്ള കാര്യം. നമ്മുടെ ഹോമിയോപ്പതി അത് റേഷ്യോ തന്നെ 1:9 അല്ലെങ്കിൽ 1:10 റേഷ്യോ ഇത് തന്നെ നമുക്ക് മിൽക്കിൽ മിക്സ് ചെയ്ത് ഈ നിറവ്യത്യാസത്തിന് അല്ലെങ്കിൽ സ്കിൻ കംപ്ലൈൻസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വരും. കേസ് നമ്പർ 4 ഇതൊക്കെ ഡോക്ടർ ബാഷിന്റെ കേസ് ഹിസ്റ്ററീസ് ഞാൻ പറയുന്നത്. അതായത് സെക്കൻഡ് വേൾഡ് വാർ, തേർഡ് വേൾഡ് വാർ സമയത്താണ് സംഭവം. ഇത് യുദ്ധം നടക്കുന്ന സമയത്ത് 9 മാസം പ്രായമുള്ള ഒരു കുട്ടിയെ അമ്മ ഒരു ഇരുട്ടുമുറിയിൽ പോയി ഒളിപ്പിച്ചിരുത്തി. ഈ സംഭവം ഇരുട്ട്, യുദ്ധത്തിന്റെ ശബ്ദം കുട്ടിയെ ഭയചകിതയാക്കി. ഇതിനുശേഷം ഒറ്റയ്ക്ക് ഒരു മുറിയിൽ ഈ കുട്ടിയെ തനിയെ ഇരിക്കാൻ പറ്റിയിരുന്നില്ല. പ്രത്യേകിച്ച് കുളിമുറിയിൽ വാതിലടച്ച് കുട്ടി കുളിപ്പിക്കാൻ സാധിക്കുമായി. 6 വയസ്സപ്പോൾ ഈ കുട്ടിക്ക് ചികിത്സിക്കാൻ ഡോക്ടർ ബാഷിന്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പോൾ ഈ ഒരു എക്സ്ട്രീം ഫിയർ, ആ ഒരു യുദ്ധത്തിന്റെ അന്തരീക്ഷം, ഒറ്റ ഈ ഇരുട്ടുമുറിയിൽ ഇരുന്നതിന്റെ ഒരു പാനിക് സിറ്റുവേഷനിലാണ് കുട്ടിക്ക് വന്നത്. അപ്പൊ അതിനെ കൊടുത്ത് റോക്രോസ് ടെറർ ആസിഡ് മനസ്സെന്ന് മാറാൻ മിമ്മിലെ ശബ്ദത്തിനുള്ള പേടിക്ക് ചെറിയ മുറികളിൽ ഇരുന്നാലുള്ള ഭയം എന്നിവയ്ക്ക് പ്രിസ്ക്രൈബ് ചെയ്തു. 3 മാസം മരുന്ന് കഴിച്ച് ക്യൂവേർഡായി. ഉത്കണ്ഠ മാറി നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായി ഈ പയ്യൻ മാറി. ചെറിയൊരു കുട്ടിക്ക് ഞാൻ നിത്യവും കരഞ്ഞ് ബഹളം വെക്കുമ്പോൾ റെസ്ക്യൂ റെമഡി 3-4 ഡ്രോപ്സ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കലക്കി 1 ടീസ്പൂൺ കൊടുത്തിരുന്നു. അധികം താമസമില്ലാതെ കുട്ടിക്ക് ഉറക്കം കിട്ടുവാൻ തുടങ്ങി. അപ്പൊ റെസ്ക്യൂ റെമഡി തന്നെ നമുക്ക് ഈ ബഹളം വയ്ക്കുന്ന അല്ലെങ്കിൽ കരയുന്ന കുട്ടികൾക്ക് 4 നേരം വീതം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടിക്ക് ഈ കരച്ചിൽ മാറ്റാൻ, ഉറക്കം കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ഡോക്ടർ ബാഷ് പറഞ്ഞു. ഇതിനുശേഷം അതിഭയങ്കരമായ കരച്ചിൽ ഈ കുട്ടിയെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല മുലപ്പാല കുടിക്കുന്ന സമയത്ത് 3-4 ഡ്രോപ്സ് റെസ്ക്യൂ റെമഡി അമ്മയുടെ ബ്രസ്റ്റിൽ പുരട്ടുമായിരുന്നു. ബ്രസ്റ്റ് ഫീഡിങ് ഇതാണെങ്കിൽ ബ്രസ്റ്റിൽ സ്മിയർ ചെയ്താലും കുട്ടിക്ക് ആ മരുന്നിന്റെ ആക്ഷൻ കിട്ടുന്നതായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആധിവ്യാധി, നിത്യേനയുള്ള സ്ട്രെസ്, സ്ട്രെയിൻ, മാനസിക സംഘർഷം, നിത്യേനയുള്ള മാനസിക പിരിമുറുക്കത്തിന് ദ ബെസ്റ്റ് ഡ്രഗ് ആണ് അഗ്രിമണി. മാനസിക പിരിമുറുക്കം അഗ്രിമണി നല്ലതാണ്. എക്സ്ക്രൂസിയേറ്റിംഗ് മെന്റൽ ടോർച്ചർ, അതികഠിനമായ മാനസിക ഉത്കണ്ഠ. അഗ്രിമണി നമുക്കറിയാം, ചിലർക്ക് ആങ്സൈറ്റി താങ്ങാൻ പറ്റില്ല, എന്താ അറിയില്ല, ഭയങ്കര ടെൻഷനാണ്, ഭയങ്കര പേഷ്യൻ്റാണ്, എനിക്കൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല, ഉറക്കം വരുന്നില്ല. അങ്ങനെ എന്താണെന്ന് ചോദിച്ചാൽ കാരണം എന്ന് പറയുന്നത് ഭയങ്കര ആങ്സൈറ്റി, ഉള്ളിലിങ്ങനെ വിങ്ങിപ്പൊട്ടുന്ന മാതിരിയുള്ള പ്രകൃതം ഉള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഡ്രഗാണ് അഗ്രിമണി എന്നുള്ള ആങ്സൈറ്റി, എക്സ്ക്രൂസിയേറ്റിംഗ് മെന്റൽ ടെൻഷൻ എന്ന് പറയുക. അതികഠിനമായ മാനസിക ഉത്കണ്ഠ അനുഭവിക്കുന്നവർ കൊടുക്കേണ്ടതാണ് അഗ്രിമണി. അനാവശ്യ ചിന്തകൾ, ഒരു ഗ്രാമഫോൺ പ്ലേറ്റിലെ സൂചികൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന മാതിരി നമ്മുടെ മനസ്സിനെ അലട്ടുന്നുവെങ്കിൽ തിങ്ക് ഓഫ് വൈറ്റ് ചെസ്റ്റ്നട്ട്. വൈറ്റ് ചെസ്റ്റ്നട്ടാണ് നമുക്ക് ചില കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ മറക്കാൻ ശ്രമിക്കുമ്പോഴും ആ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മ വെച്ച് നമുക്ക് ഓർമ്മ വന്ന് നമുക്ക് ഡിസ്റ്റർബൻസ് ക്രിയേറ്റ്. പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ്, ഒരു ഗ്രാമഫോൺ പ്ലേറ്റിൽ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ പാട്ട് നിൽക്കുന്നവരെയും ആ സൂചി തിരിഞ്ഞുകൊണ്ടിരിക്കും അവസാനം വരെ. അതേമാതിരിയുള്ള തോട്ട്സ് ആണ് നമുക്കുള്ളതെങ്കിൽ അത് കാരണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം വരിക, അല്ലെങ്കിൽ നമുക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഒക്കെ വരിക. പെർസിസ്റ്റന്റ് അൺവാണ്ടഡ് തോട്ട്സ് വിച്ച് സീംസ് ടു സർക്കിൾ റൗണ്ട് ആൻഡ് റൗണ്ട്. ഗ്രാമഫോൺ പ്ലേറ്റിലെ ഭാഗത്തെങ്കിൽ തിരിഞ്ഞ് തന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട ഡ്രഗാണ് വൈറ്റ് ചെസ്റ്റ്നട്ട്. എൻ്റെ ആദിവ്യാധികൾ എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, അധികമായി എനിക്കിനി താങ്ങാൻ ഉള്ള കപ്പാസിറ്റി ഇല്ല. ചിലർ എനിക്ക് മതിയായി, എനിക്ക് ജീവിതം തന്നെ മതിയായി, എൻ്റെ സങ്കടങ്ങൾ, പ്രശ്നങ്ങൾ, ഫാമിലി ടെൻഷൻ, ഓഫീസിലെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക പ്രശ്നം, ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റാവുന്ന, ഭൂമിയോളം താന്നു, നമ്മൾ കിണറിൻ്റെ അടി വരെ നമ്മൾ ക്ഷമിച്ചു, എന്നിട്ട് എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല, ഞാൻ ഇനി തകർന്നു പോകുന്നു, എനിക്ക് ആരുമില്ല, എൻ്റെ ആദിവ്യാധികൾ എനിക്ക് താങ്ങാൻ പറ്റുന്നതിലും അധികമാണ് എന്ന് പറയുന്ന രോഗികളുണ്ടെങ്കിൽ സ്വീറ്റ് ചെസ്റ്റ്നട്ട് എന്ന മരുന്ന് കൊടുക്കുന്നത്. They have reached the limit of endurance. അവർക്ക് ക്ഷമിക്കുന്നതിൽ
ക്ഷമയുടെ നെല്ലിപ്പടി വരെ എത്തിക്കഴിഞ്ഞവരുടെ ഇനി എനിക്ക് ഇതിൽ കൂടെ താങ്ങാൻ പറ്റില്ല, ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യും, എന്തെങ്കിലും കടുങ്കൈ ചെയ്യും എന്നൊക്കെ പറയുന്ന ഒരു രോഗിയാണ് നമ്മൾ മുന്നിലിരിക്കുന്നെങ്കിൽ സ്വീറ്റ് ചെസ്റ്റ്നട്ടാണ് മരുന്ന് കൊടുക്കുന്നത്. അസൂയ, വെറുപ്പ്, കുശുമ്പ്, വിദ്വേഷം, ആങ്കർ, എൻവി, റേജ്, ജലസി അതിന് കൊടുക്കേണ്ടതാണ് ഹോളി എന്നുള്ള മരുന്ന്. ഇതില്ലാതെ മനുഷ്യരുണ്ടാവില്ല. നമ്മൾ ജനിച്ചത് തന്നെ ഇത്തരം സ്വഭാവവിഷയങ്ങൾ കൂടിയിട്ട് തന്നെയാണ് അല്ലേ? കുശുമ്പ്, അസൂയ, ഇതൊന്നും ഇല്ലാണ്ട് പല ദിവസേന നമ്മൾ പരദൂഷണം പറയാണ്ട് എങ്ങനെയാ കിടക്കുക നമ്മളല്ലേ? പക്ഷെ അതിനൊരു ലിമിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തന്നെ അത് നമ്മുടെ BP റൈസ് ചെയ്യും. ഇന്നത്തെ സ്വഭാവവിശേഷങ്ങളിൽ അവർ കൊടുക്കേണ്ട ഡ്രഗാണ് ഹോളി എന്നുള്ള മരുന്ന്. അകാരണമായ മൂകതയിലേക്ക് പോകുന്ന കാരണമൊന്നുമില്ല, ജീവിതത്തിന് ഇനി ഒരു അർത്ഥവുമില്ല, എൻ്റെ മനസ്സിന് ഒരു ഇരുട്ട് ബാധിച്ചിരിക്കുന്നു, ഒരു വെളിച്ചവുമില്ല ജീവിതത്തിൽ എന്ന് പറയുന്നത് ഡിപ്രസീവ് സ്റ്റേറ്റിലേക്കാണ്. ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് വരുന്നതിൽ ഫസ്റ്റ് ഡ്രഗാണ് മസ്റ്റാർഡ്. മസ്റ്റാർഡ് നമുക്ക് അറിയാം എന്തല്ല, കടുക് എന്നുള്ളതാണ് മസ്റ്റാർഡ്. അകാരണമായി മൂകതയിലേക്ക് പോകുന്ന, ഡിപ്രഷനിലേക്ക് പോകുന്നത്, സൈലന്റ്, നമ്മൾ വളരെ കളകളാൻ ചിരിച്ച സ്വഭാവമുള്ളവർ ക്രമേണ വർത്തമാനമൊക്കെ നിർത്തി അവരുടെ ഉള്ളിലേക്ക് വലിഞ്ഞു പോയി മുഖത്ത് ഒരു ഡാർക്ക്നെസ് ഒക്കെ വരുന്ന ഒരു മുഖം നമ്മളെ കാണുകയാണെങ്കിൽ അവർക്ക് ഉള്ളിൽ എന്തോ ഒരു സങ്കടമുണ്ട്. അവരാരെയും അധികം വർത്തമാനം പറയാണ്ട് ഒതുങ്ങി കൂടുന്നതിലേക്ക് പോകുന്നതാണെങ്കിൽ മസ്റ്റാർഡ് എന്നുള്ള മരുന്ന് കൊടുക്കേണ്ടത്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല, ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല, സന്ദേഹം, തീരുമാനമില്ലായ്മ, അനിശ്ചിതത്വം, നിശ്ചയമില്ല, ഇത് കാരണം വിഷാദ രോഗത്തിലേക്ക് പോകുന്നു. സ്ക്ലിറാന്തസ് എന്നുള്ള ഡ്രഗ്. സ്ക്ലിറാന്തസ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്പൂതിരി ശങ്ക എന്ന് പറയും. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ക്രോസ് ചെയ്യണോ വേണ്ടയോ എന്ന് അങ്ങോട്ടും കൂടെ കളിച്ചു കഴിഞ്ഞാൽ ബസ് നമ്മൾ ഇടിക്കും അല്ലേ? അപ്പൊ ഒരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ. നമ്മളിപ്പോ ശരിക്കും പറഞ്ഞാൽ 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ MBBS വേണോ എഞ്ചിനീയറിംഗ് വേണോ, എൻ്റെ പാരന്റിനും കുട്ടിക്കും ഒരു സംശയത്തിൽ കൂടെയാണ് കുട്ടി പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പാരന്റ്സ് പോകുന്നെങ്കിൽ സ്ക്ലിറാന്തസ് നമ്മൾ ആ പാരന്റ്സും കുട്ടിയും കഴിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. നമുക്കൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന ഒരു സിറ്റുവേഷൻ ജീവിതത്തിൽ വരികയാണെങ്കിൽ സ്ക്ലിറാന്തസ് ഒരു ഫ്യൂ ഡോസസ് കുറച്ച് ദിവസം കഴിച്ചു നോക്കും, നമുക്ക് നല്ലൊരു കറക്റ്റ് ഡിസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ഉറച്ച ഡിസിഷനിലേക്ക് നമുക്ക് തന്നെ നമ്മളെ മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളെ രോഗിയെ മാറ്റാൻ. എനിക്ക് അങ്ങോട്ട് പോകണം, ആ ജോലി വേണം, ജോലി വേണം. ഒരു ജോലിയിലും സ്ഥിരമായിട്ട് നിൽക്കാത്ത ആൾക്കാരാണെങ്കിൽ സ്ക്ലിറാന്തസ് കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോലിയിൽ ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ജോലിയിൽ സംതൃപ്തില്ല, ഇത് ശരിയല്ല, ഞാൻ പോയില്ല, അതിന് പോയി, ഇതിന് പോയി. അവരുടെ മാനസിക നില കറക്റ്റ് ചെയ്യുന്നതിന് സ്ക്ലിറാന്തസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഇരിക്കും. അഗാധമായ നിരാശ മരണത്തിലേക്ക്, ചിന്തകളിലേക്ക് നമ്മളെ നയിക്കുന്നു. അത് ഞാൻ പറഞ്ഞിട്ട് നേരത്തെ റിപ്പീറ്റേഷൻ ആണ്. സൂയിസൈഡൽ ടെൻഡൻസി, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കില്ല, ചെറിയ പ്ലങ്ങളിലാണ് കൊടുക്കേണ്ടത്. ഞെട്ടൽ, വിറക്കൽ, നടുങ്ങുന്നു, വർത്തമാന ആഘാതം, സ്ഥാരോപത്തലം, സ്വയം നിന്ദ, നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്ന സ്വഭാവമാണ്. അയ്യേ എൻ്റെ ജീവിതം ശരിയല്ല. ആത്മവിശ്വാസ കുറവാണെങ്കിൽ എല്ലാവർക്കും ഉള്ള മരുന്ന് കൊടുക്കാം. സ്വയം നിന്ദ, നമ്മളെ തന്നെ പഴിക്കുക. പൈന്നുള്ള ഡ്രഗ്. പൈന്നുള്ള ഡ്രഗിന് എന്താ വെച്ചാല് ഞാൻ 1-2 കേസുകളൊക്കെ ജീവിതത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ലേഡി വന്നിട്ട് പറഞ്ഞു, ഞാൻ ആശ്രമത്തിൽ പോയി സന്യാസി കണ്ട് എനിക്കിനി ആധ്യാത്മികമായിട്ട് പുരോഗതി വേണം. ഞാൻ അപ്പൊ സ്വാമിജി അവർക്ക് മന്ത്രദീക്ഷ കൊടുത്തു. പക്ഷെ അതിനുശേഷം അവർക്ക് തോന്നണമെങ്കിൽ ഞാൻ അതിനെ അർഹയാണ്, ഞാൻ ഇത്രയും കാലം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല ജീവിതത്തിൽ, അതുകൊണ്ട് ഞാൻ ഈ ആധ്യാത്മിക ജീവിതം എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. സ്വയം പഴിക്കുക അങ്ങനെ ചെയ്തികളെ കുറിച്ച്. ഇതില് അവർ ഒരു മനസ്സിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രഗായിരുന്നു പൈൻ എന്നുള്ള മരുന്ന്. പൈൻ എന്ന ഡ്രഗ് കൊടുത്ത് 1-2 മാസം കഴിഞ്ഞപ്പം അവർക്ക് ഈ സ്വഭാവവിശേഷങ്ങളൊക്കെ മാറി അവർക്ക് ആധ്യാത്മിക ജീവിതത്തിലേക്ക് തന്നെ നല്ല പുരോഗതിയിലേക്ക് അവർക്ക് പോകാൻ സാധിച്ചു. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, എനിക്കറിയാവുന്ന രീതിയിൽ ഉത്തരം പറഞ്ഞു. ഇനി നമ്മൾ ആ സ്വഭാവവിശേഷങ്ങൾ 7 ഉണ്ട്, അതിൽ 1 മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ്സിൽ 2ാമത്തെ സ്വഭാവവിശേഷങ്ങൾ നമുക്ക് കടക്കാം. ആത്മവിശ്വാസക്കുറവിന് ലാർജാണ് പറഞ്ഞത്. ആത്മവിശ്വാസക്കുറവ് നമ്മൾ എക്സാം ടൈമിലൊക്കെ നമ്മൾ കിടക്കേണ്ടത്, ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് കഴിക്കേണ്ടതൊക്കെ ലാർക്കാണ് ശരിക്കും പറഞ്ഞത്. LARCH, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവര്, സ്വയം വിശ്വാസക്കുറവ് നമുക്ക്.
ഇനി നമുക്ക് 15 മിനിറ്റാണുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. അവസാനമായി നിന്ന് പിന്നെ സമയം കിട്ടത്തില്ല. എനിക്ക് ഈ ആഴ്ച കിട്ടിയ ഒരു അനുഭവം ഞാൻ പറയാം സാറേ. ഓക്കെ. എൻ്റെ അടുത്ത് കൊച്ചിനെ കൊണ്ടുവന്നിരുന്നു. അതിന് ഭയങ്കര വയലന്റ് ആണ്. ഇപ്പൊ 8ൽ പഠിക്കുന്നു. അച്ഛനെയും അപ്പൂപ്പനെയും അമ്മയൊക്കെ ഉപദ്രവിക്കും, ചവിട്ടും. പിന്നെ ഭയങ്കര ഒച്ച വെച്ച് വീട്ടിൽ സംസാരിക്കും. പിന്നെ ഒട്ടും തന്നെ കോൺസെൻട്രേഷൻ ഇല്ല എന്നാ പറഞ്ഞു. ക്ലാസ്സിൽ കോൺസെൻട്രേഷൻ ഒന്നുമില്ല. അങ്ങനെ ഒരു കുട്ടി. അത് ഞാൻ പക്ഷെ ആദ്യം ക്ലിമാറ്റിസാ കൊടുത്തത്. കൊടുത്തു, പക്ഷേ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും വന്നില്ല. പിന്നെ അടുത്ത പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് പിന്നെ ഹോൺബീൻ കൊടുത്തത്. അത് കൊടുത്തതിന് ശേഷം ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഇപ്പൊ തന്നെ പഠിക്കാനൊക്കെ ഇരിക്കുന്നുണ്ട്. വീട്ടിലെ ഒച്ചയെല്ലാം പോയി മാറി, ഉപദ്രവവും കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വ്യത്യാസം ഒരു വയലന്റ് ഇത് കാണിച്ചു എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് ഇംപേഷ്യന്റോ ചെറിയ പ്ലമ്മോ കൊടുക്കായിരുന്നു? അത് കൊടുത്തിട്ടില്ല. അപ്പൊ ഞാനാണെങ്കിൽ സിംഗിൾ ഡ്രഗല്ല കൊടുക്കുക. ഈ പറഞ്ഞ സ്വഭാവവിശേഷങ്ങളെല്ലാം ചേർത്ത് ഒരു 3 ഡ്രഗോ മറ്റേ ഒന്നിച്ച് മിക്സ് ചെയ്താൽ കൊടുക്കുക ഞാൻ. അപ്പൊ ഈ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അവന്റെ കൂട്ടുകാരൻ സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഞാൻ റെസ്ക്യൂ റെമഡി കൂടെ ഹോൺബീമിന്റെ കൂടെ കൊടുത്തിട്ടിരിക്കുക. ഒരുമിച്ചിരുന്ന് പഠിച്ചു. വെള്ളിയാഴ്ച വരെയും ഒരുമിച്ചിരുന്നു. ഞായറാഴ്ച സൂയിസൈഡ് ചെയ്തു. അപ്പൊ അതിന്റെ ഷോക്കും കൂടെ ഉണ്ട്. ഇനി ഞാൻ വരുമ്പോ ഈ ദേഷ്യം പറയുന്നുണ്ടെങ്കിൽ ഇംപേഷ്യൻസ് കൊടുക്കാം. തീർച്ചയായും. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സലിംകുമാർ ഡോക്ടർ ഉണ്ടല്ലോ, ഹരിഹരൻ സാറ്. സലിംകുമാർ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്തര്. സലിംകുമാർ ഡോക്ടർ. സാറേ, ഞാൻ അരങ്ങത്ത് വരാതെ ക്ഷമിക്കണം. ഞാനൊരു വേറെ സ്ഥലത്ത് നിൽക്കുകയാണ്. സാറേ, എനിക്ക് ചെറിയൊരു ഈ ഓക്ക് എന്ന് പറയുന്ന മെഡിസിൻ എന്തിനൊക്കെയാ സാറിന് ഉപയോഗിക്കണം? ഓക്ക് സത്യം പറയാം, ഞാൻ പ്രിസ്ക്രിപ്ഷനിൽ എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അല്ല, അതാ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സാധനം എടുത്തു. അവനൊരു മുക്കിലിങ്ങനെ ഉറങ്ങി കിടക്കുകയാണ്. ഒക്കേഷണൽ മറ്റേ ഫീലിംഗ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു സിംറ്റം തന്നെ. വളരെ അപൂർവമായിട്ട് അത് പ്രിസ്ക്രിപ്ഷൻ വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഓക്കെ എന്തെങ്കിലും ഇല്ല ശരിക്കും ഇവിടെ എന്റെ കളക്ഷനിൽ ഞാൻ വെച്ചിട്ടുമില്ല. ആദ്യം വാങ്ങിയിട്ട് പിന്നെ വെറ്റിപ്പോയി എന്നല്ലാണ്ട് ഓക്കെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അത് അതൊരു പ്രത്യേകതയാണ്. നമ്മളെ ഈ റെമഡി പെട്ടെന്ന് ഉപയോഗിച്ചിട്ട് വേഗം പറ്റി പോകുന്നുണ്ടല്ലോ. ഇതിന്റെ സ്പെഷ്യലായിട്ട് കമ്പനികൾ വല്ല സീറ്റാണ് ഉപയോഗിക്കണം. ഏതെങ്കിലും മറ്റുള്ള ഡോക്ടേഴ്സിന് അതിന്റെ ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയട്ടെ. പിന്നെ ഇതില് ഡിഫറെന്റ് ആയിട്ട് വേറെ സാധനങ്ങളല്ല, ഫ്ലവർ അല്ലാത്ത റോക്രോസിനെ കുറിച്ച് അങ്ങനെ സാർ അധികം പറഞ്ഞു കേട്ടിട്ടില്ല. പാനിക്കാണെന്നോ മറ്റേ ചില റോക്രോസ് ശരിക്കും പറഞ്ഞാല് ശരിക്കും അതിന്റെ മരുന്നിന്റെ പേര് റെമഡി ഓഫ് എമർജൻസി എന്നാണ്. ആലോചിച്ച് നോക്കുക അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് റോക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എല്ലാ ആക്സിഡന്റ് കേസിനും ഫസ്റ്റ് ഡ്രഗ് കൊടുക്കേണ്ടത് റോക്രോസ് ആണ്. അവരെ നമ്മളിപ്പോ റോക്രോസ് കയ്യിലുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പോകുമ്പോൾ ഒരു സ്കൂട്ടർ ആക്സിഡന്റ് കണ്ടു, ബസ് ആക്സിഡന്റ് കണ്ടു, നമുക്ക് അറിയാണ്ട് പോയിട്ട് അവർ ചുണ്ടുള്ളിൽ ഈ റോക്രോസ് നമുക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്ത് നോക്കും. അവര് തീർച്ചയായിട്ടും അവരുടെ ആ ഒരു എന്താ പറയാ ബ്രെയിനിലേക്ക് പോണ ഒരു അഡ്രിനലിന്റെ പമ്പിങ് കുറച്ച് അവരൊക്കെ ശാന്തമാക്കാൻ സാധിക്കും നമുക്ക് റോക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ. ആക്സിഡന്റ്സ് എല്ലാ കേസും നമ്മുടെ അനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും പ്ലാന്റ്സ് ആയാലും ഒക്കെ നമുക്ക് റോക്രോസ് ട്രൈ ചെയ്യാം. പാനിക് ആൻസൈറ്റി ഡിസോർഡർ ശരിക്കും പറഞ്ഞാൽ അലോപ്പതിക്കാർക്ക് യൂസ് ചെയ്യുന്ന ടേമാണ് പാനിക് ആൻസൈറ്റി ഡിസോർഡർ. നമുക്ക് അങ്ങനത്തെ കേസുകൾക്ക് ഞാൻ ഇന്ന് കൊടുത്തിട്ടുണ്ടായി. ഇന്ന് വന്ന റോസിൽ ഞാൻ സാറേ വേറൊരു കാര്യം ഇപ്പഴേ ഓർത്തു സാറേ, വേറൊരു അനുഭവം ഉണ്ടായിരുന്നു.
എനിക്ക് ഒരു സംഭവം ഉണ്ട്. എൻ്റെ ഒരു 2 നില പൊക്കമുള്ള ഒരു വീടിന്റെ മുകളിലേക്ക് എത്തുന്ന രീതിയിൽ വളർന്ന ഒരു വേപ്പ്. ആ വീട്ടിലെ ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രായമുള്ള ഒരു 60 വയസ്സുകാരാണ്, 65 വയസ്സുകാരാണ്. തല്ല് പിടിച്ചതിന്റെ പേരിൽ തള്ളച്ച് എന്ത് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ തൊലി മുഴുവൻ ചെത്തിക്കളഞ്ഞു. ഈ വേപ്പ് മുഴുവൻ വാടി. അതിന്റെ ഫോട്ടോ കൊള്ളുന്ന മരുമകളിനെ കാണി എനിക്ക് തന്നെ ഭയങ്കര സങ്കടം തോന്നി. നല്ല പന്തലിച്ചിരിക്കണ വേപ്പ്. അപ്പൊ എനിക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവരോട് ഇതിന്റെ കാരണവരെ വിളിച്ചു വരുത്തി. അയാൾ പറഞ്ഞു, നിങ്ങളൊരു മുണ്ട് അതുമേല് തൽക്കാലം അതുമേല് ഉണക്കുണ്ടാവാതെ മുണ്ട് ചുറ്റി വെക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 100 ml ബോട്ടിലില് നമ്മുടെ റെസ്ക്യൂ റെമഡി കൊടുത്തിട്ട് ഇതിട്ട വെള്ളം കൊണ്ട് ഡെയിലി നനച്ചോണ്ടിരിക്കാൻ പറഞ്ഞു. അത് ഇന്നലെ അവര് വന്ന് പറഞ്ഞു. അതൊരു 1 മാസമൊക്കെ ആവാറ്. അന്നേരം മുകളിൽ ഉണങ്ങിയ ഇലകളൊക്കെ തളിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഗുഡ് ഗുഡ്. ഇതൊക്കെയാണ് നമുക്ക് അറിയേണ്ട കേസുകൾ. അതുപോലെ ഒരു ദിവസം ഞാൻ ക്ലിനിക്കിലേക്ക് ചെല്ലുമ്പോൾ ക്ലിനിക്കിന്റെ മുറ്റത്തൊരു ചില പൂച്ചകളൊക്കെ വരാറുണ്ട്. അതിലൊരു സുന്ദരി പൂച്ചയുണ്ട്. ഇത് എന്നെ കണ്ട അപ്പം ഓടിക്കളയും. അല്ലെങ്കിൽ ഇത് എന്നെ കണ്ടിട്ട് ഇത് ഓടുന്നില്ല. ഞാൻ എനിക്ക് അതിങ്ങനെ എന്നിട്ട് അതിങ്ങനെ എന്തോ തീരെ വയ്യാതെ അതിന്റെ തല പൊക്കാനും പറ്റാതെ തറയിൽ ഇങ്ങനെ ഒന്നിങ്ങനെ മുട്ടി നിൽക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കിയിട്ട് അത് കണ്ട ഇതല്ല. അപ്പൊ എനിക്കത് സീരിയസ് ആയ അസുഖം ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ ചെന്നിരിക്കും പോലെ തന്നെ റെസ്ക്യൂ റെമഡി ഒരു ഡ്രോപ്പറിൽ എടുത്തിട്ട് ഞാൻ അടുത്ത് ചെന്ന് അതിനെ തൊട്ടിട്ട് ഓടുന്നില്ല. പതുക്കെ അതിന്റെ ഈ കിറി ഇങ്ങനെ പൊക്കിയിട്ട് അതിലേക്ക് ചീറ്റിച്ചു. എന്നിട്ട് എനിക്കിങ്ങനെ ഈ ക്യാമറ ഉള്ളതുകൊണ്ട് പൂച്ചനെ കാണാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു പേഷ്യന്റിനെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അത് ക്ലിനിക്കിന്റെ നേരെ തിരിഞ്ഞിരുന്ന പൂച്ച പതുക്കെ വനങ്ങി ഓപ്പോസിറ്റ് ഡയറക്ഷൻ തിരിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇത് പതുക്കെ നടന്ന് അങ്ങോട്ട് പോയി. പിന്നെ പിറ്റേ ദിവസം പോലെ അവിടെ മുറ്റത്ത് കൂടെ നടക്കണ്ടായി. അല്ല, ആ ഡ്രഗിന്റെ ആ ഒരു പേരിന്റെ അനുസരിച്ചുള്ള പ്രവർത്തനം തന്നെ കൊടുത്തിരിക്കും. അതെ അതെ, അങ്ങനെ ഓക്കെ സാർ. നമ്മുടെ ഇനി വരുന്ന മാനവരാശിക്ക് ഈ ബാച്ചലർ റെമഡീസിന്റെ പ്രയോജനം വളരെയധികം കൂടുതലാണ്. എളുപ്പത്തിൽ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ സാർ. ഡോക്ടറെ, ഇനി ആർക്കെങ്കിലും സാറിനോട് എന്തെങ്കിലും അനുഭവങ്ങളോ സംശയങ്ങളോ പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ഒരു ചോദ്യം. ഞാൻ കുറെ ക്ലാസ് ആയി എടുക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ മടുപ്പ് തോന്നുന്നെങ്കിൽ പറയാം കേട്ടോ. മതി കേട്ടത് മതി, ഞങ്ങൾ ഒന്ന് പറയുകയാണെങ്കിൽ നിർത്താം. കാരണം ഇതൊരു അനന്തമായ രീതിക്ക് പോകും. കാരണം കുറെ ബുക്സ് വായിച്ചതിന് ഞാനൊക്കെ എഴുതാൻ പുസ്തകം എടുക്കണത് എല്ലാ ക്ലാസ്സിനും എടുക്കാറില്ല. അതിൽ ഒരെണ്ണം സാറിന്റെ ക്ലാസ്സിനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഹോളി വരെ പറഞ്ഞു. പിന്നെ അങ്ങോട്ട് ബാക്കി കുറച്ചുകൂടെ ഒക്കെ പറയാനുണ്ട്. ഇനിയുണ്ട്, പറയഷ്ടമാരെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. സാറേ പറയണം സാറേ, അത് ഞങ്ങൾക്ക് വളരെ താല്പര്യമാണ്. വളരെ പ്രയോജനം കിട്ടുന്നുണ്ട്. നമുക്ക് പേടിക്കാതെ തന്നെ കൊടുക്കാൻ. എന്നെ ചിലരൊക്കെ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട് സാറേ. അത് സാറ് കാരണം കൂടിയാണ്. എന്നിട്ട് ഈ ബാക്കിയുള്ള ബുക്ക് അവിടെ കിട്ടും, അല്ലെങ്കിൽ ഇത് എങ്ങനെ നോക്കണം, ആദ്യം ഏത് ബുക്കാണ് വേണം, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പല നിർദ്ദേശങ്ങളുണ്ട്. അവർക്ക് സാറ് അവരെ കൈയെത്തുന്ന ദൂരത്ത് അല്ലാത്തതുകൊണ്ടാണ് അവരെന്നെ ഇത് ചെയ്യണേ. ഇത് ക്ലാസ് കേട്ടിട്ടാണ്. ഞാനിതിൽ ഇവിടെ ക്ലാസ് എടുക്കാറില്ല. ഇതിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സിന്റെ ക്ലാസ് ഒക്കെ അതൊക്കെ ക്രമേണ എടുക്കാം. 3 ഡ്രഗ് ഒരുമിച്ച് പ്രിസ്ക്രൈബ് ചെയ്യണത് ഏത് കേസുകൾ, അങ്ങനെ ഒരു കോമ്പിനേഷൻ ഡ്രഗ്സ് ഉണ്ട്. അതൊക്കെ ക്രമേണ പറഞ്ഞു. അതുപോലെ ഈ ബാക്കി 6 സ്വഭാവക്കാരെയും സാറ് പറഞ്ഞു തരികയല്ലേ? ഇന്നിപ്പോ ക്ലിയറല്ലേ ആയിരുന്നു. 6 സ്വഭാവം ഇനി പറയാനുണ്ടല്ലോ. അതെ, ഇനി 6 ബാക്കിയുണ്ട്. അതുകൊണ്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇതിന്റെ ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വളരെയധികം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ആർക്കും സംശയമൊന്നും ഇല്ലാന്ന് തോന്നുന്നില്ല സാർ. ഏലിയാമ്മ ഡോക്ടർക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ഏലിയാമ്മ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്ത് സാർ പറയുന്ന വാക്കുകൾ മെഡിസിന്റെ അത് അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. മെഡിസിന്റെ പേര് പറയുമ്പോൾ പലതും
ക്ലിയർ ആകാത്ത പോലെ കൂടും. ആ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞുതരാം. മരുന്നിന്റെ പേര് കറക്റ്റായി പറയാം. കുറച്ചും കൂടെ സ്ലോ ആക്കാം, ഇത്തിരി സ്പീഡ് ജാസ്തി ചെയ്യണം, അതുകൊണ്ടാണ്. അല്ല, അതിപ്പോ റെക്കോർഡ് ചെയ്തു, റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. എനിക്ക് കിട്ടുന്നില്ല, ഞാൻ എഴുതാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. പിന്നെ മോള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് സാർ ഇച്ചിരി സ്പീഡായിരുന്നു. അല്ല അതായത് മാഡം, സിംറ്റം ഇതാരും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല മാഡം. നാളെ നമുക്ക് യൂട്യൂബിൽ അങ്ങനെ തന്നെ കിട്ടുമല്ലോ. എന്നാലും ഏലിയാമ്മ ഡോക്ടർ നമ്മുടെ കൂടെയുള്ള ഏറ്റവും പ്രായമുള്ള ഡോക്ടറാണ്. അതുകൊണ്ട് കുറച്ചൊരു ഇത് വരും. അതിൻ്റെതായിരിക്കുന്ന നിമ്പേഴ്സ് ഒക്കെ ഉണ്ട്. കുറച്ച് വാക്കുകൾ അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല എനിക്ക് സാർ പറയുന്നു. അത് സാറ് സിംറ്റംസ് പറയുമ്പം സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോകുമ്പോൾ നമുക്കത് നോട്ട് ചെയ്യാൻ പറ്റത്തില്ല. മെഡിസിന്റെ പേര് പറയുമ്പോ അതിന്റെ സ്പെല്ലിങ്ങും കൂടെ ഒന്ന് പറഞ്ഞു തരുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പറയാം. ഞാൻ പറയാം, ഇത്രയും കുറെ ക്ലാസ് കേട്ടതല്ല, അപ്പൊ നിങ്ങൾക്ക് വെൽ വേഴ്സ്ഡ് ആണ് പേരുകൾ പറയുമ്പോ എന്നുള്ള ഉദ്ദേശം കൊണ്ട് അങ്ങനെ പോകുന്നത്. ഇല്ല സാറേ, അങ്ങനെ ചിന്തിക്കല്ലേ. അല്ല, ഇതിൽ മിനിമം ഒരു കാര്യം ചെയ്യണം സാറേ. അത് നമ്മുടെ സാറ് കസ്റ്റമറോട് പറയണം. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഒരു ബുക്കെങ്കിലും ബാച്ചലർ മേടിച്ച് കയ്യിൽ വെക്കണേ. അത് വേണം. എനിക്ക് പലപ്പോഴും സങ്കടം തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഏലിയാമ്മ ഡോക്ടറോ അല്ലെങ്കിൽ ഇവരെന്ന് പറഞ്ഞിട്ടില്ല, ചിലരൊക്കെ ചോദ്യം കേൾക്കുമ്പോഴേ എന്തിനാ ഇവർ ഈ പണിക്ക് വന്നത് നമ്മൾ എന്നോട് തന്നെ ചിലർ വിളിച്ചു ചോദിക്കുമ്പോ, എന്നാ ഒരു ബുക്ക് എങ്ങനെ മാറ്റി വെച്ചൂടെ? ഒരു ബുക്ക് വാങ്ങിക്കുന്ന എങ്ങനെ കിട്ടുമോ ഞാൻ ഏലിയാമ്മ ഡോക്ടറെ ഉദ്ദേശിച്ചല്ല ഒട്ടും തന്നെ പറഞ്ഞു. ഡോക്ടറോടും പറഞ്ഞു എനിക്ക് ബുക്ക് വേണം, ഉള്ള ബുക്ക് എല്ലാം വേണം എന്നൊക്കെ പറഞ്ഞിരിക്കുക. പക്ഷെ എവിടുന്ന വാങ്ങിക്കും? എങ്ങും വേണ്ട, ആമസോണിൽ തന്നെ നോക്കിയാൽ മതിയല്ലോ. വെറുതെ ഗൂഗിൾ ടൈപ്പ് ചെയ്താൽ കിട്ടും. ഡോക്ടർ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, നമ്മളോട് ചോദിച്ചാണേലും അല്ല അതുകൊള്ള അല്ല, ഒരു ബുക്ക് എടുത്ത് നോക്കിയാൽ ഈ 29-30-38 ഡ്രഗും മനസ്സിൽ പേരുകളെങ്കിലും കേൾക്കേ. അത് അത്യാവശ്യം എനിക്ക് തോന്നുന്നു കിട്ടണം. കിട്ടാനുള്ള വഴിയാ ഞാനും ചിന്തിക്കുന്നത്. ആമസോണിൽ അടിക്കുക ബാക്ക് റെമഡീസ്, ബുക്കിന് നേർന്നു വരും. ഇനി അവസാന കാലം എല്ലാം ആലോചിക്കാൻ പറ്റിയില്ലെങ്കിലും അതെങ്കിലും പറ്റി പ്രാക്ടീസ് ചെയ്യാന്ന് ആലോചിക്കുന്നു. അല്ല, അതുകൊണ്ട് ഹോമിയോപ്പതി മറന്നുപോയെന്നല്ല, ചെറുപ്പത്തിൽ പഠിച്ചോ. ഡോക്ടേഴ്സിനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നാളെ എഴുന്നേറ്റുള്ള ഒരു ഡോസ് ഇംപേഷ്യന്റ് കഴിച്ചു നോക്കൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ അതിന്റെ വിവരം പറയണം നമ്മൾ. മെഡിസിന്റെ പിന്നെ മറന്നുപോയി. രാവിലെ എഴുന്നേറ്റ് ഇംപേഷ്യന്റ് ആണോ? അതെ, അന്നത്തെ ദിവസം ഹാപ്പി ആയിരിക്കുന്ന പറയുന്നത്. ശരി, നന്ദി ഏലിയാമ്മ ഡോക്ടറെ. അത് വെള്ളത്തിലൊഴിച്ച് അങ്ങനെ ചുമ്മാ കുടിച്ചാൽ മതിയല്ലോ. മതി 2 ഡ്രോപ്പ് ഗ്ലാസ് വെള്ളത്തിൽ വെച്ചിരിക്കുക. രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ ചായക്ക് പകരത്ത് കഴിച്ചു. അത് വെറും വയറ്റി കഴിക്കണമെന്നുണ്ടോ? ഇംഗ്ലീഷ് വെക്കുന്ന വല്ലതും ഉണ്ടോ? എണീറ്റ് ഉടനെ കഴിക്കുക. താങ്ക് യു സാർ. ഷഫീഖ് ഡോക്ടറെ. ഹലോ, കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞു. ബാച്ചിലർ റെമഡി ഹോമിയോപ്പതി പറഞ്ഞേ. അത് ഫുള്ള് കേൾക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഒരു കോൾ വന്ന് കുറെ നേരം കോളിലായി പോയി. അതൊന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സാറേ. കുഴപ്പമില്ല. നാളെ യൂട്യൂബിൽ വരും, വെച്ച് കേട്ടാ മതി. യൂട്യൂബിൽ വരുന്നത് കൊണ്ടാണ് കൂടുതൽ നമ്മൾ വേറെ കോൾ വന്നാൽ അത് അറ്റൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ കേൾക്കും. അല്ല, ഈ മറ്റേ ഡോക്ടർ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂട്യൂബിൽ കയറി നോക്കിയാൽ മതി. അപ്പൊ യൂട്യൂബില് ഇതുവരെ അത് ഡോക്ടർക്ക് യൂട്യൂബിൽ എടുക്കാൻ അറിയത്തില്ല. പിന്നെ ഞാൻ ഇടയ്ക്ക് ആവശ്യപ്പെടുന്ന അയച്ചു കൊടുക്കുന്നുണ്ട് ഡോക്ടർക്ക്. അതൊക്കെ ഒരു പ്രോബ്ലം. 80 വയസ്സ് കഴിഞ്ഞ ഡോക്ടറാണ്. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതാണ്, അത് ഞാൻ ചെയ്തു കൊടുത്തോളാം. അബ്ദുൽസലാം ഡോക്ടറെ, സാറിനൊരു നന്ദി പറയാന്. അബ്ദുൽസലാം സാറിനൊരു നന്ദി പറയണം. സാറ് ഖത്തറിൽ നിന്നാണ്. സാറൊരു നന്ദി പറയണേ. അബ്ദുൽസലാം സാറ്.
സാറില്ലാന്ന് തോന്നുന്നു. സലിംകുമാർ ഡോക്ടറെ സാറിന് നന്ദി പറയണേ. സലിംകുമാർ ഡോക്ടറെ, സലിംകുമാർ ഡോക്ടർ അൺമ്യൂട്ട് ചെയ്തു. ആ സാറേ, ഞാൻ അരങ്ങത്ത് വരാതെ പറയുകയാണ്, ക്ഷമിക്കണം. ഞാനൊരു ഇരുട്ടത്ത് നിൽക്കുക, വേറെ സ്ഥലത്ത് നിൽക്കുക. സാറേ, ഞാൻ സാറിന് നന്ദി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർമൽ എന്നുള്ളതിനൊക്കെ എനിക്ക് പറഞ്ഞേ പറ്റൂ. ഇതില് ഇങ്ങനെ പ്രത്യേകിച്ച് ബാഷ്ഫ്ലവർ റെമഡിയെ ജനകീയമാക്കുക എന്ന് പറഞ്ഞ പോലെ ഈ IFPHലെ ഒരു താരമാക്കി മാറ്റിയത് സാറാണ്. സാറ് വന്നപ്പോഴാണ് ഇവിടെ ഉള്ളവർക്ക് എനിക്ക് പരിചയമുണ്ടായത്. മാത്രമല്ല, എനിക്ക് ഇതിനെക്കുറിച്ച് ചെറിയ ഒരു തൊട്ടു നോക്കിയുള്ള പരിചയമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ കുറച്ചെങ്കിലും മറ്റുള്ള 4 പേരെക്കാൾ എക്സ്പെർട്ടാക്കി മാറ്റിയെങ്കിൽ അത് അതിന് മുഴുവൻ കടപ്പാടും എനിക്ക് സാറിനോട് ഉണ്ട്. ഏതായാലും ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാവരും ബാച്ച്ലർ റെമഡി കൂടി പഠിക്കുമ്പോഴത്തേക്ക് അവരുടെ പ്രാക്ടീസ് കുറച്ച് കൂടുകയുള്ളൂ, കുറച്ചുകൂടി പ്രാക്ടീസ് ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും. അതുകൊണ്ട് സാറിൻ്റെ ഈ ക്ലാസ് ഇനിയും നമുക്ക് കേൾക്കേണ്ടതുണ്ട്. അതിന് ഞങ്ങൾക്കൊക്കെ സഹായമാകുന്ന സാറിന് IFPHന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. നന്ദി സലീം ഡോക്ടറെ. അതുപോലെ ഇന്നത്തെ ഈ നമ്മുടെ 1639 സൂം വളരെ നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു ക്ലാസ് തന്ന സാറിന് ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. വീണ്ടും സാറിൽ നിന്നുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് 1639 സൂം വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.